ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ ഇവയുടെ അർത്ഥവും അതിൻ്റെ നേരിയ വിശദീകരണവുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ബാക്കി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഇവയുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 3 ഭാഗമാണ് എന്ന് നമ്മൾ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്ന് സ്തുതിക്കുന്ന ഭാഗമാണ്, അത് കഴിഞ്ഞു. രണ്ടാമത്തത് അള്ളാഹു തന്ന മുഴുവൻ അനുഗ്രഹങ്ങളെപ്പറ്റിയുള്ള ഓർമ്മയും ബോധവും നിലനിർത്തുന്നതിനാണ് സ്തുതിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നിഅമത്തുകളെല്ലാം തന്ന അള്ളാഹുവിനോട് ഒരടിമക്കുള്ള ഏറ്റവും വലിയ ബാധ്യത അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം എല്ലാ കാര്യത്തിലും സഹായം തേടുക എന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ഭാഗം പ്രതിജ്ഞയാണ്, കരാറാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ പദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ മാത്രമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹിനോട് ദ്വാരക്കലുണ്ട്, സഹായം തേടുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെയും സഹായികളെയും അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതിനെ എതിർക്കാനാണ്, നിശേഷം ഇല്ലാതാക്കാനും അതിനെ തിരുത്താനുമാണ് ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നഅ്ബുദു ഇയ്യാക എന്നാണ് അറബി ഭാഷയിൽ സത്യത്തിൽ പറയേണ്ടത്. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാവില്ല. നിന്നെ മാത്രം എന്ന് കിട്ടാനാണ് ഇയ്യാക നഅ്ബുദു, നഅ്ബുദുവിൻ്റെ ശേഷം വരുന്ന ഇയ്യാക്കനെ നഅ്ബുദുവിൻ്റെ ആദ്യത്തിലിട്ടത് നിന്നെ മാത്രം എന്നർത്ഥം കിട്ടാനാണ്. അപ്പോൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോടുള്ള ഒരടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയും കടപ്പാടുമാണ്, ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ഇത് പഠിപ്പിക്കാനാണ് അഖില പ്രവാചകന്മാരും വന്നത്. പ്രവാചക പ്രബോധനത്തിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും പറയുന്നത് ഉഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാത്തൊരാരാധ്യം നിങ്ങൾക്കില്ല. സഹോദരന്മാരെ, ഈ ദുനിയാവിൽ 6 കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ അത് 6 രീതിയിലാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. സിത്തത്തും മിന്ന, 6 കാര്യം നമ്മിൽ നിന്ന്. സിത്തത്തും മിനല്ലാഹ്, 6 കാര്യം അള്ളാഹുവിൽ നിന്ന്. 1 അൽ ഉലൂഹിയത്ത്, ആരാധ്യനായിരിക്കുക, ആരാധനക്ക് അർഹനായിരിക്കുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. അതവൻ കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി അതിനോട് അടിമ എന്ന നിലക്ക് ഉബൂദിയത്ത്, ഈ അടിമത്വം, ഈ ആരാധന അള്ളാഹുവിന് മാത്രം നൽകുക എന്ന ഗുണവും സ്വഭാവവും പ്രവർത്തനവും അത് നമ്മിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ അൽ ജന്നത്തു, സ്വർഗം അള്ളാഹുവിൽ നിന്നാണ്. അതിന് നമ്മൾ പ്രതികരിക്കേണ്ടത് അത്വാഅത്തു മിന്ന, അള്ളാഹുവിന് വഴിപ്പെട്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നത് നമ്മിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. തൗബ, തൗബ നമ്മിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. മഗ്ഫിറത്ത് അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാവുക. അൽ മഗ്ഫിറത്തു മിനല്ലാഹ്, പാപമോചനം നൽകുക എന്നത് അള്ളാഹു നിലനിർത്തുന്ന ഗുണമാണ്. അതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത് തൗബയും പശ്ചാത്താപവും ചെയ്തിട്ടാണ്. അൽ ബലാഉ, പരീക്ഷണം അള്ളാഹുവിൽ നിന്നാണ്. കാരണം ദുനിയാവ് പരീക്ഷണാലയമാണ്, ഇത് പരീക്ഷാ ഹാളാണ്. ഏത് വിധത്തിലുള്ള പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. അസ്വബറു, നമ്മിൽ നിന്ന് അതിനോടുള്ള പ്രതികരണമായി ഉണ്ടാവേണ്ടത് ക്ഷമയാണ്. ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. അതിനോട് നമ്മുടെ പ്രതികരണം ദുആ, ഇജാബത്ത് അള്ളാഹുവിൽ നിന്ന്, ദുആ നമ്മിൽ നിന്ന്. അതേപോലെ തന്നെ നിഅമത്ത് അള്ളാഹുവിൽ നിന്ന്, ശുക്ർ നമ്മിൽ നിന്ന്. ഇങ്ങനെ 6 സ്വഭാവ ഗുണങ്ങൾ. ഉലൂഹിയത്ത് അള്ളാഹുവിൻ്റെ സ്വഭാവമാണ്. ഉബൂദിയത്ത് നമ്മിൽ നിന്നുണ്ടാവേണ്ടതാണ്. സ്വർഗം അള്ളാഹ് നൽകേണ്ടതാണ്. വഴിപ്പെട്ടും അനുസരിച്ചും നമ്മൾ അതിന് അർഹരായിക്കൊണ്ട് അതിനോട് പ്രതികരിക്കണം.
മഗ്ഫിറത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തൗബ, പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ നമ്മിൽ നിന്നുണ്ടാവേണ്ടതാണ്. പരീക്ഷണം അള്ളാഹുവിൽ നിന്നുണ്ടാവുക, ക്ഷമ നമ്മിൽ നിന്നുണ്ടാവേണ്ടത്, ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. ദുആ, തേട്ടം നമ്മിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ നിഅമത്ത് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ അതിനോട് ശുക്റായി നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമത്തത് ഉബൂദിയത്താണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന അടിമത്വം, ആ വിധേയത്വം, അതാണ് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കൈകെട്ടിന്ന് പ്രഖ്യാപിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സൂറത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹനെ ആരാധിക്കാനല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ ആയത്തിൽ നമുക്ക് ഈ ആയത്ത് കാണാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ദുനിയാവിനെ സെറ്റ് ചെയ്യണം. ഇബാദത്തിന് തടസ്സമാകുന്ന ദുനിയാവിനെ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇബാദത്തിന് തടസ്സമില്ലാത്ത വിധം ദുനിയാവിനെ നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഇബാദത്തിന് തടസ്സമാകുന്ന ദുനിയാവിനെ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. എന്താണ് ഇബാദത്ത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതാണ്. എന്താ ഇബാദത്ത്? പ്രാർത്ഥനയാണ് ആരാധന. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ്. സ്വാഭാവികമായിട്ട് അതിനൊരു മറുവശമുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് സ്വാഭാവികമായി കടന്നു വരും. അപ്പോൾ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇയ്യാക നഅ്ബുദു, ആരാധനയുടെ മജ്ജ പ്രാർത്ഥനയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പദം പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മെ പഠിപ്പിച്ചത്. എന്താ ഓതിയത്? ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, എന്നോട് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നവർ അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കും എന്നാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ ആദ്യം പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ബാക്കി പറഞ്ഞതോ എന്നോട് പ്രാർത്ഥിക്കാത്തവർ നരകത്ത് പോകുന്നല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാത്തവർ നരകത്ത് പോകും. അപ്പോൾ പ്രാർത്ഥന എന്ന് ആദ്യം പറഞ്ഞു. ആ പ്രാർത്ഥനയെപ്പറ്റി പറയേണ്ട രണ്ടാമത്തെ സന്ദർഭത്തിൽ അതേ ആയത്തിൽ ഉപയോഗിച്ച പദം ഇബാദത്ത് നാം, അതാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൽ അള്ളാഹിനെ ആരാധിക്കലാണ്. ഈ പ്രാർത്ഥന വഴിമാറിയാലോ ശിർക്ക് വരും. എങ്ങനെയാണ് ഇത്? നമ്മുടെ സമൂഹത്തിൽ വലിയൊരു തർക്കം നിൽക്കുന്ന സംഗതിയാണത്. എങ്ങനെയാണ് അള്ളാഹ് അല്ലാത്തവരോട് ദ്വാരന്നാൽ ശിർക്ക് വരിക? അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അത് ഇബാദത്താകുന്നത് എങ്ങനെയാണ്? അത് പഠിപ്പിക്കാൻ വളരെ മനോഹരമായൊരു ഉദാഹരണം, ഒരു പ്രാർത്ഥനാ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലി തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം പറയും. ഈ 3 കാര്യം നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് നമ്മൾ വകവെച്ച് കൊടുത്തേ പറ്റൂ. ഇത് അള്ളാഹ്ക്ക് മാത്രമേ വകവെച്ച് കൊടുക്കാവൂ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ അയാൾക്കും ഉണ്ട് എന്ന് സ്വാഭാവികമായി നമുക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പം അള്ളാഹിൻ്റെ സിഫത്ത് അഥവാ ഗുണവിശേഷണത്തിൽ നമ്മൾ പങ്കാളികളെ ചേർക്കലാവും. അല്ലാഹുമ്മ ഇന്നക തറാ മക്കാനി വ തസ്മഉ കലാമി വ തഅലമു സിർരി വ അലാനിയതി. ഈ 3 പദങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹിനോട് പറയാറുള്ളത്. അല്ലാഹുവേ ഇന്നക തറാ മക്കാനി, ഞാനിപ്പോൾ ഭൂമിയിൽ ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് രാജ്യത്ത്, ഏത് പ്രദേശത്ത്, ഏത് വീട്ടിൽ, പള്ളിയിൽ എവിടെ നിൽക്കണമെന്ന് റബ്ബേ നീ കാണുന്നുണ്ട്. ഒരു മാധ്യമമില്ലാതെ ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അള്ളാഹ് കാണുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹിനോട് ഇത് വരയ്ക്കുക? അള്ളാഹ്ക്ക് എങ്ങനെ എനിക്ക് ഉത്തരം തരാൻ പറ്റുക? അപ്പോൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ആ അടിമ എവിടെയാണ് നിൽക്കുന്നത് എന്ന് യാതൊരു മാധ്യമത്തിൻ്റെയും സഹായം കൂടാതെ കാണാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹിനോട് വരക്കുന്നത്. ഇത് അള്ളാഹ് അല്ലാത്തവരോട് പറഞ്ഞാലോ അയാൾക്കും ഭൂമിയിൽ ഏത് ഭാഗത്തുള്ള ആളെയും ഏത് സമയത്തും കാണാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കാണുക എന്ന അള്ളാഹിൻ്റെ ഗുണം
ബസീർ എന്ന സിഫത്തിൽ നമ്മൾ പങ്കു ചേർക്കേണ്ടി വരും. തസ്മഉ കലാമി, എൻ്റെ കലാമ് ഏതൊക്കെ ഭാഷയിൽ, ലോകത്ത് എത്ര 700 ചില്ലാനും കോടി മനുഷ്യന്മാർ 500 ചില്ലുവാനും ഭാഷയിലാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് റബ്ബേ നീ കേൾക്കുന്ന കേൾക്കാന്നിട്ട് വെറുതെ കേൾക്കല്ല, മനസ്സിലാകുന്നുണ്ട്. അപ്പം ഏത് ഭാഷയിൽ എവിടെ വെച്ച് എപ്പോൾ ആര് വിളിച്ചാലും അത് കേൾക്കാനും മനസ്സിലാക്കാനും ആർക്കേ കഴിയും? അള്ളാഹ്ക്കേ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹിനോട് ദ്വാരക്കണത്. അല്ലാത്തവരോട് ദ്വാരന്നാലോ അയാൾക്കും ഈ കഴിവുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. തഅലമു സിറി വഅലാനിയത്തി, എൻ്റെ രഹസ്യവും പരസ്യവും റബ്ബേ നീ അറിയുന്നവനാണ്. പറഞ്ഞോളന്നില്ലല്ലോ, റബ്ബേന്ന് വിളിച്ചാൽ മതി. നമ്മൾ എന്തിനാ വിളിച്ചതെന്ന് ആർക്ക് മനസ്സിലാവും? അള്ളാഹ്ക്ക് മനസ്സിലാവും. അതെല്ലാം മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോ അടിമയുടെയും ഇടുക്കും ഞെരുക്കും വേദനയും അറിയാൻ ആർക്കേ കഴിയൂ? അള്ളാഹ്ക്കേ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹിനോട് ദ്വാരക്കണത്. അല്ലാത്തവരോട് ദ്വാരന്നാലോ ഈ കഴിവ് അയാൾക്കുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വലാ തദുഉ, നിങ്ങൾ പ്രാർത്ഥിക്കരുത് മഅല്ലാഹി, അള്ളാഹിൻ്റെ കൂടെ അഹദൻ, ഒരാളോടും എന്ന് പറഞ്ഞാൽ ഈ 3 കഴിവ് പടച്ച റബ്ബിന് മാത്രമേ ഉണ്ടാകാവൂ, അനുവദിച്ചു കൊടുക്കാവൂ. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. ആ കരാറാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ദുആ പ്രാർത്ഥനയാവട്ടെ, സഹായ തേട്ടമാവട്ടെ, കാവലിനെ തേടലാവട്ടെ, ഈ അള്ളാഹു അഭൗതികമായ രൂപത്തിലുള്ള ഭയമാവട്ടെ, അഭൗതിക രൂപത്തിലുള്ള പ്രതീക്ഷയാവട്ടെ, ഇതൊക്കെ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അഭൗതികമായ നിലക്കുള്ള എല്ലാം അത് പടച്ച റബ്ബിനോടേ പാടുള്ളൂ. അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. റബ്ബേ, നിന്നിൽ നിന്നാണ് ഞാൻ എല്ലാം പ്രതീക്ഷിക്കുന്നത്, നിന്നോടാണ് എല്ലാത്തിനും കാവലിനെ തേടുന്നത്, നിനക്കേ എല്ലാത്തിനും എന്നെ സഹായിക്കാൻ കഴിയും, എല്ലാത്തിനും നിൻ്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കൂല. അപ്പം ആ തുറന്ന് പറച്ചിലാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, സഹായം തേടുന്ന ആളുകളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്നാണ് പ്രാർത്ഥന ജീവവായുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചല്ലോ, ആരാണ് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും അശക്തൻ, ദുർബലൻ, ബലഹീനനാരാ? ബലഹീനം എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത 2-3 ആൾ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയിൽ ബലഹീനത കാണിക്കുന്നവന് പ്രാർത്ഥിക്കൂല. 2-3 കാര്യം ചോദിക്കുമ്പോഴത്തേന് തീർന്നു. എന്നാൽ ഒരു കൂട്ടുകാരനെ കണ്ടാലോ എല്ലാ ദുഃഖങ്ങളും അവരുമായി പങ്കുവെക്കും. കൗൺസിലിംഗ് സെൻറ്റർ നടക്കുന്ന സത്യത്തിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന അർത്ഥത്തിലല്ല. ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളോട് ഇയാൾ പറയുന്നത് എന്താ? അയാളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസമാണ്. ഇത് റബ്ബിനോട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയായി. അതാ പ്രാർത്ഥന. അത് അള്ളാഹിനോടാണ് പറയേണ്ടത്. കൗൺസിലിങ്ങിൽ പോകണ്ടെന്നോ ചികിത്സിക്കണ്ടെന്നോ അല്ല പറഞ്ഞത്. പക്ഷെ അള്ളാഹിനോട് അയാളോട് സംസാരിക്കണ മുഴുവൻ കാര്യം നമ്മൾ പറയലുണ്ടോ? ഇല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ ഞാൻ അത് അള്ളാഹിനോടാണ് പറയാണ്. അള്ളാഹ് വാറ് നന്നാക്കി കൊടുക്കൂലല്ലോ, ഇല്ല. എന്നാൽ ഈ ദുഃഖം, ഈ പ്രയാസം മാറ്റാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാര? അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാൻ അവനോട് പറയുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പറയണം. ഒന്ന്, അള്ളാഹിനോട് മാത്രമേ പറയാവൂ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാട്, നേർച്ച ഒരു ഇബാദത്താണ്. നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് പല ചിത്രങ്ങളാണ്. പല നേർച്ചൻ്റെ പേര് ഇപ്പം നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. സത്യത്തിൽ ഇസ്ലാമിലെ നേർച്ച എന്താണ്? ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന നേർച്ചയല്ല. ഖബറുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. നമ്മളെ നാട്ടിൽ നേർച്ച എന്ന് കേൾക്കുമ്പോഴത്തേന് മമ്പറം, അല്ലെങ്കിൽ മുനോടമ്പത്ത്, അല്ലെങ്കിൽ പിന്നെ താത്തൂര്, ഇങ്ങനെ ഏതെങ്കിലും ഖബറാണ് ഓർമ്മ വരിക. സഹോദരന്മാരെ, സഹോദരിമാരെ, നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സുന്നത്തായ ഒരു സംഗതി സ്വയം നിർബന്ധാക്കുക, അതാണ് നേർച്ച. ഉദാഹരണം, തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. ഞാൻ അടുത്ത തിങ്കളാഴ്ച നോമ്പ് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി. ഇത്രേ ഉള്ളൂ. അതാണ് നേർച്ച. ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു ഐച്ഛികമായ കർമ്മം ഞാൻ സ്വയം നിർബന്ധാക്കുക. ഞാൻ 10 കുട്ടികൾക്ക്, യതീമക്കൾക്ക് ചോറ് കൊടുക്കാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധമായി. ഞാൻ 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കുന്നു പറഞ്ഞാൽ നിർബന്ധമായി. അത് നിർബന്ധമല്ല. ളുഹ്ർ നിസ്കാരം നേർച്ചയാക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് നിർബന്ധമാണ്. റമളാൻ നോമ്പ് നേർച്ചയാക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് നിർബന്ധമാണ്. അത് നിർബന്ധമുള്ള സംഗതിക്ക് നേർച്ച ഉണ്ടാവില്ല.
നിർബന്ധമില്ലാത്ത സംഗതിക്ക്. അതെന്തിനേ പറ്റൂ? അള്ളാൻ്റെ പൊരുത്തത്തിനല്ലാതെ ഇത് ചെയ്യാനേ പാടില്ല. നമ്മളെ നാട്ടിൽ രോഗം മാറുക, ആഗ്രഹം പൂർത്തിയാവുക, പ്രയാസങ്ങളില്ലാതാവുക, ഉദ്ദിഷ്ട കാര്യം സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നേർച്ച എന്നാണ് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ എന്ന സൂറത്തിലെ 33-ാമത്തെ വചനം എല്ലാവരും പരിശോധിച്ച് നോക്കുക. ഖുർആനിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിൽ ആദ്യമായി നേർച്ചയെ പറ്റി പറഞ്ഞത് അവിടെയാണ്. ആരെ നേർച്ചയാണിത്? വഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി. നേർച്ചനെ പറ്റി എല്ലാ സംശയമായി തീരും. ഒന്ന്, ഇന്നി നദർതു ലക, ഇമ്രാന്റെ ഭാര്യ ഹന്ന ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിൻ്റെ ഉമ്മ, അവരെ ഗർഭിണിയായപ്പം അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ചര്യ അനുസരിച്ച് മക്കളെ ബൈത്തുൽ മുഖദ്ദിസ് ഖിദ്മത്ത് ചെയ്യാനും പരിചരിക്കാനും നേർച്ചയാക്കാറുണ്ട്. ആ അർത്ഥത്തിൽ തൻ്റെ ഗർഭത്തിലുള്ള കുട്ടിനെ ഇമ്രാൻ്റെ ഭാര്യ അഥവാ മറിയം ബീവിൻ്റെ ഉമ്മ നേർച്ചയാക്കിയ കഥയാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് അവരുടെ വാക്ക്? ഇന്നി നദർതു ലക റബ്ബേ, നിനക്കിതാ ഞാൻ നേർച്ചയാക്കുന്നു. അപ്പം ആർക്കേ നേർച്ച പാടുള്ളൂ? പടച്ച റബ്ബിനെ നേർച്ച പാടുള്ളൂ. കാരണം ഇബാദത്താണ്. എന്ത്? മാഫി ബത്നി മുഹ, എൻ്റെ ഗർഭത്തിലുള്ള കുട്ടി, ആ കുട്ടിയെ ഞാനിതാ നേർച്ചയാക്കുന്നു. മുഹററ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹറ നമ്മൾ സ്വതന്ത്രമായ നേർച്ചാണ്. അതിന് ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നേർച്ചാന്ന് കേൾക്കുമ്പോഴത്തെ നമ്മളെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയാണ് പലരും നേർച്ചയാക്കാറുള്ളത്. അങ്ങനെ നേർച്ച ഇസ്ലാമിലില്ല. അത് ശിർക്കാണ്, തെറ്റാണ്. അള്ളാഹിൻ്റെ തൃപ്തി, പരലോകത്തെ കൂലി അല്ലാതെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് മുഹററ, സ്വതന്ത്രമായ നേർച്ച. കുറ്റിയും കുളത്തും ഇല്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. നിബന്ധനല്ല. ഒരു 5-10 പവൻ്റെ മാല കളഞ്ഞു പോയാൽ പടച്ചോനെ അത് എടുത്തെന്നാൽ 100 രൂപ. ഇപ്പോഴത്തെ 5 പവൻ 5 ലക്ഷം രൂപ വരും. 5 ലക്ഷം രൂപേൻ്റെ മാല പടച്ചോനെ എടുത്ത് കൊടുത്താൽ അള്ളാഹ് കിട്ടൽ 100 രൂപയാണ്. ഈ ഇടപാട് നിങ്ങൾ ആരോ നിൽക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി. അങ്ങനെ ഒരു ഏർപ്പാടും നേർച്ചക്കില്ല. അപ്പം ചില ആൾക്കൊരു സംശയം ഉണ്ടാവും, എനിക്കൊരു രോഗം വന്ന് മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് സൽക്കർമ്മം ചെയ്യാം. സൽക്കർമ്മം ചെയ്തത് എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പടച്ചോനെ, ഞാൻ ഇന്ന് ഖുർആൻ ഓതി തീർത്തിക്കണ റബ്ബേ, നിൻ്റെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് എൻ്റെ കുട്ടിക്കൊരു സൂക്കേടുണ്ട്, ഈക്ക് മാറ്റി തരണം എന്ന് പറയാം. നമ്മൾ ചെയ്ത സൽക്കർമ്മം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത എല്ലാവർക്കും അറിയാം. 3 ആളുകൾ, 3 പ്രദേശത്തുകാരാണ്. 3 ആവശ്യങ്ങൾക്ക് വേണ്ടി 3 ആളും 3 പേരുടെയും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ആ ഉദ്ദേശം പൂർത്തിയാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേന് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റിയില്ല. വഴിയിൽ താമസിക്കേണ്ടി വന്നു. അന്ന് ലോഡ്ജും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗുഹയിൽ അഭയം തേടി അവർ. അവിടെ രാവിലെ നീറ്റ് നോക്കുമ്പോൾ ഗുഹാമുഖം വന്നിട്ടൊരു പാറക്കല്ല് അടിഞ്ഞ് അനക്കിയിട്ട് അനങ്ങണില്ല. വേറെ പുറത്തേക്ക് പോകാൻ വഴിയില്ല. അവരവിടുന്ന് അവർ 3 പേരും ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ നന്മകൾ എന്തൊക്കെയെന്ന് ഞാൻ ഇപ്പോൾ വിശദീകരിക്കണില്ല. അവർ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞ എന്താ അറിയോ? ഓരോരുത്തർ ചെയ്ത നന്മ എടുത്ത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച എന്താ അറിയോ? അള്ളാഹുവേ, ഈ സൽക്കർമ്മം ഞാൻ ചെയ്തത് നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഈ പാറക്കല്ലിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തരുത്. അപ്പം ചെയ്യുന്ന അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവണം. ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യം നേർച്ചയുടെ പിന്നിൽ വരാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ 3 ആൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ കല്ല് നീങ്ങിപ്പോയി എന്നാണ് ചരിത്രം. അപ്പോൾ നമുക്ക് രോഗമുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യം പൂർത്തീകരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ നേർച്ച നേരാവൂ. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്തു ദഹ്റാണ്. അതിലോട് നേർച്ചനെ പറ്റി ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കൽസിൻ കാന മിസാജുഹാ കാഫൂറ, കർപ്പൂരം കലർത്തിയ സ്വർഗത്തിലെ പാനീയം കുടിക്കുന്ന ആളുകൾ, അവരെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്തത്? യൂഫൂന ബിൻ നദിരി, അവർ നേർച്ച നേർന്നാൽ അത് പൂർത്തിയാക്കും. വയഖാഫൂന റബ്ബൻ, എന്താ കാരണം? പൂർത്തിയാക്കാനുള്ള കാരണം പടച്ചോനെ പേടിച്ചിട്ട്. ഏത് പടച്ചോനെ? ദുനിയാവിൽ എന്താ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ചാൽ അല്ല. കാന ഷർറുഹു മുസ്തതിറ, വ്യാപകമായ കുഴപ്പമുണ്ടാകുന്ന, ഫിത്നയുണ്ടാകുന്ന പരലോകത്തെ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും? നേർച്ച പൂർത്തിയാക്കും. അപ്പോൾ നേർച്ച പൂർത്തിയാക്കുന്നത് പരലോകത്തെ കൂലി മാത്രം ഉദ്ദേശിച്ചാവണം.
ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് തൗബ ചെയ്യുക. ഇനി മേലിൽ അങ്ങനത്തെ നേർച്ച ചെയ്യാതൊക്കെ. നേർച്ച നേരം ഭയങ്കര പ്രതിഫലമുള്ള സംഗതിയാണ്. സ്വതക്ക ചെയ്യാനൊക്കെ ചെയ്യുക. അതൊക്കെ അതിൻ്റെ ഒക്കെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. മൂന്നാമത്തത്, അള്ളാഹിനോട് മാത്രം ഇബാദത്ത് ചെയ്യുന്ന അടിമയിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണം തവക്കുലാണ്. ഇത് തീരല്ലത്. തവക്കുലാക്കിയാൽ, തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, ബാക്കി പടച്ചവനെ ഏൽപ്പിക്കുക. അള്ളാഹനെ ഏൽപ്പിച്ചൊരു സംഗതി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ അൽഹംദുലില്ലാ എന്ന് പറയാം. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഇന്ന് ഈ തവക്കുലില്ലാത്തതിൻ്റെ ദുരന്തമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന പ്രദേശം കേരളമാണ്. അതിൽ മുസ്ലിങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുന്ന ദിവസത്തിലൂടെ കടന്നു പോണത്, അയ്യാമു തശ്രീഖിൻ്റെ ദിവസത്തിലൂടെ സഹോദരന്മാരെ കടന്നു പോണത്, അഗ്നികുണ്ടാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും നമ്രൂദ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴും ജനങ്ങൾ നാട്ടിൽ നിന്ന് മാതാപിതാക്കളും സമൂഹം ആട്ടിയോടിച്ചപ്പോഴും അള്ളാഹുവിൽ തവക്കുലാക്കിയ നിന്നത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫായി മർവായി നമ്മെ പഠിപ്പിക്കുന്നത് തവക്കുലിൻ്റെ ശക്തിയാണ്, എൻ്റെ പവറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭാര്യനെയും കുട്ടിനെയും അവിടെ ആക്കി തിരിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കണില്ല, നോക്കാൻ കഴിയില്ല. തിരിഞ്ഞു നോക്കിയാൽ മാടി വിളിക്കുന്ന 4 കണ്ണുകളുണ്ട് അവിടെ. ഒന്ന് ഹാജറ ബീവിൻ്റെ 2 കണ്ണാണെങ്കിൽ മറ്റൊന്ന് കൊച്ചു ഇസ്മായിലിൻ്റെ 2 കണ്ണുകളാണ്. ഒരു പാപ്പൊക്കെ തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? പലപ്പോഴും വിളിച്ചു നോക്കി ഹാജറ ബീവി, തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഒരു ചോദ്യം, അല്ലാഹു അമറ കബിഹാദ, ഇബ്രാഹിമെ ഞങ്ങളെവിടെ ആക്കി പോവാൻ അള്ളാൻ്റെ കൽപ്പനയാണോ? സംസാരിക്കാൻ കഴിയാത്ത പാവ മനുഷ്യൻ തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഓ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് സമാധാനമായി പോയിക്കോളി, ഞങ്ങളെ കാര്യം പടച്ചോ നോക്കിക്കോളൂ എന്ന് പറയും. ലോകത്ത് ആലോചിക്കണം, ഒരു പച്ച പുല്ലില്ലാത്ത, ഒരു ജീവില്ലാത്ത മരുഭൂമിയിൽ 2 ദിവസം കുടിക്കാൻ കഴിക്കാൻ നൽകപ്പെട്ട ഭക്ഷണം വെള്ളവുമായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണ് അള്ളാഹനെ ഏൽപ്പിച്ചാണ് നിങ്ങൾ പോണത്, ഞങ്ങൾ സമാധാനമായി പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ യാത്രയാക്കണമെങ്കിൽ അവരുടെ തവക്കുലിൻ്റെ ശക്തി പിന്നെ എവിടെ കാണുന്നറിയോ? യുഗങ്ങളുടെ ആത്മദാഹം തീർത്ത വറ്റാത്ത നീരുറവയായി ആ തവക്കുൽ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മക്കയുടെ 50 കിലോമീറ്റർ ചുറ്റളവിൽ സഹോദരന്മാരെ കുടിവെള്ളം കിട്ടൂല എന്നൊക്കറിയോ? മക്ക എന്ന പട്ടണത്തിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ കുടിവെള്ളം കിട്ടൂല. 4000 കൊല്ലായി അവിടുത്തെ ജനങ്ങൾ കുടിക്കുന്നതും കുളിക്കുന്നതും കഴുകുന്നതും ഈ സംസം കൊണ്ടാണ്. എവിടെ വന്നത്? പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടത്തിയിട്ട് ഹാജറ ബീവി ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് തൻ്റെ ചിറകുകൊണ്ട് ഇങ്ങനെ കുത്തിയെന്നാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ചിറകുകൊണ്ട് കുത്തിയ സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെട്ട അത്ഭുത നീരുറവയാണ് സംസം. സംസം എന്ന വാക്കിൻ്റെ അർത്ഥം അടങ്ങുന്ന. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജറ ബീവി അന്നെങ്ങാനും അടങ്ങ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മക്ക അറേബ്യൊക്കെ ഇന്ന് വെള്ളത്തിൻ്റെ അടിയിലുണ്ടാവുക. ആ വെള്ളം ഇന്നും കോടിക്കണക്കിന് ലിറ്ററുകളാണ് ഓരോ ദിവസവും ജനങ്ങൾ കുടിക്കുകയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. തവക്കുൽ വേണം. അള്ളാഹിനെ ഏൽപ്പിച്ചാൽ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട രൂപത്തിൽ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻക്ക് അള്ളാഹ് മതിയാവും. അഗ്നികുണ്ടാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. അള്ളാഹ് പറഞ്ഞയച്ചതാ. ആരുടെ അടുത്തേക്ക്? ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക്. ഹൽ ലക ഹാജ, ഇബ്രാഹിം എന്തെങ്കിലും സഹായം വേണോ? ആരാ ചോദിക്കണമെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. 600 ചില്ലാനം ചിറകുണ്ട്. ഒരു ചിറക് വിടർത്തിയാൽ പ്രപഞ്ചം കാണാണ്ടാവില്ല. അതിന് ഒരു തൂവലോണ്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ മതി. ഈ അഗ്നികുണ്ടാരവും ഉണ്ടാവില്ല, ഉണ്ടാക്കിയവരും ഉണ്ടാവില്ല. അള്ളാഹ് പറഞ്ഞയച്ചുക മനുഷ്യ രൂപത്തിൽ വന്ന് നിൽക്കുക. സഹായം ആവശ്യപ്പെട്ടാൽ കിട്ടും. പക്ഷേ ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ, എനിക്ക് പടച്ച റബ്ബ് മതി, ഒരാളിൽ സഹായം വേണ്ട. അന്ന് എന്ത് ചെയ്തു? അഗ്നിയുടെ പ്രകൃതി സ്വഭാവം മാറ്റി ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ആ അഗ്നി തണുപ്പുള്ളതായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചക്കാണ് ഈ ലോകം സാക്ഷിയായത്. 40 മാസങ്ങളോളം, ദിവസങ്ങളോളം ആ നാട്ടിലെ മുഴുവൻ ആളുകളും എണ്ണയും വിറകും സംഭാവന ചെയ്തുണ്ടാക്കിയ അഗ്നികുണ്ടാരം കത്തിയെരിഞ്ഞ് അടങ്ങി തീർന്നപ്പോൾ ഒരു കസേരയിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ആ നാട്ടുകാർക്ക് കാണാൻ സാധിച്ചത്. തവക്കുലാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പടച്ചോൻ തീരുമാനിച്ചാൽ കിട്ടും. ഇവിടുന്ന് കിട്ടിയില്ലേ പരലോകത്ത് നിന്ന് കിട്ടും, ഒരു സംശയമില്ല. ഇവിടെ നഷ്ടപ്പെട്ടാൽ ആടെ കിട്ടും, ഇവിടെ കിട്ടും. ഒമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ഇബ്രാഹിം നബി അള്ളാഹു തവക്കുലാക്കി,
80-ാമത്തെ വയസ്സിലാണ് കുട്ടികളുണ്ടായത്. സക്കരിയ നബിൻ്റെ തലരിഞ്ഞ് നിരക്കാൻ മുടി ബാക്കിയില്ല. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊടുത്തില്ലേ? ആരെ അള്ളാഹ് നിരാശപ്പെടുത്തിയത്? തവക്കുൽ ആക്കി ആരെ പടച്ചോൻ നിരാശപ്പെടുത്തിയത്? അതുകൊണ്ട് ഈ തൗഹീദുള്ള അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹു തവക്കുലാക്കണം. മരിച്ചുപോയ മഹാന്മാരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തകിടുകളോ എന്തെങ്കിലും കോഴിമുട്ട തോടുകളോ അങ്ങനെയുള്ള ശിർക്ക് പരമായ തവക്കുല് നമ്മളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. മന്ദിരിച്ച് കെട്ടിയ നൂല് ഇങ്ങനൊന്നുമില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അതാണ് ഉണ്ടാവേണ്ട ഗുണം. 5-ാമത്തത് ഖൗഫ്, റജാ, അഭൗതികമായ നിലക്കുള്ള പ്രതീക്ഷയും ഭയവും. അത് അള്ളാഹിനെ പറ്റി മാത്രമേ ഉണ്ടാകാവൂ. എന്നെ അഭൗതികമായ രൂപത്തിൽ ഉപദ്രവിക്കാനോ എനിക്ക് ഉപകാരം ചെയ്യുവാനോ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും. അതാണ് അള്ളാഹിനോട് മാത്രം ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന അടിമയിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം. ഇപ്പോൾ ഈ ഭയവും പ്രതീക്ഷവും എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിലക്കുള്ള ഭയവും പ്രതീക്ഷവും നമ്മൾ ആരിലേക്കെങ്കിലും തിരിച്ചു വിട്ടാൽ അത് ആ തിരിച്ചുവിട്ട ശക്തിയിലേക്കോ വ്യക്തിയിലേക്കോ വസ്തുവിലേക്കോ ഉള്ള ഇബാദത്തായിട്ടാണ് വരിക. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രം ഹുനൈൻ യുദ്ധം. മുസ്ലിങ്ങൾ വളരെ അംഗസംഖ്യ കൂടുതലുള്ള യുദ്ധമായിരുന്നു. ആ പോയ കൂട്ടത്തിൽ കുറച്ച് പുതു മുസ്ലിങ്ങളുണ്ടായി. അവരിങ്ങനെ ചെന്ന് യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മക്കയിൽ ദാത്തു അൻവാത്ത് എന്നൊരു മരണ്ടേ, ഞങ്ങളതിൽ മദീനയിൽ ദാത്തു അൻവാത്ത് എന്ന മരം, ഞങ്ങൾ യുദ്ധത്തിൽ പോകുന്നതിന് മുമ്പ് വാള് ആ മരത്തുമ്പോൾ ഒന്ന് കൊളത്തിക്കും. കുറച്ച് നേരം കൊളത്തിയിടും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ എടുക്കും. ആ മരത്തിന് എന്തോ ഒരു ബർക്കത്തുണ്ടെന്ന വിശ്വാസം. അങ്ങനെ യുദ്ധത്തിന് പോയാൽ യുദ്ധത്തിൽ പ്രത്യേകമായ അഭൗതികമായ ഒരു ശക്തി ഞങ്ങളെ വാളിന് കിട്ടി യുദ്ധത്തിൽ വിജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു ദാത്തു അൻവാത്ത് അമ്മക്കും ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അദ്ദേഹത്തിൻ്റെ സമുദായം ചോദിച്ചതുപോലെ ആയിപ്പോയല്ലോ ഈ ചോദ്യം. എന്തായിരുന്നു? സീനാ താഴ്വര കഴിഞ്ഞ് ഈ ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പം കുറേ ആളുകൾ വിഗ്രഹത്തെ ആരാധിക്കുന്നു. അപ്പം മൂസാ നബിൻ്റെ ആളുകൾ പറയാണ്, ഇജ്അൽ ലനാ ആലിഹൻ കമാലഹും ആലിഹ. മൂസ, അവർക്കൊക്കെ ഒരു ആരാധ്യം ഉള്ള മാതിരി നമുക്കും ഒരു ആരാധ്യം ഉണ്ടായിക്കൂടെ? എവിടുന്നാണ് പോയിരുന്നത്? അള്ളാഹ് അല്ലാത്ത പോലെ എല്ലാ വിഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തൗഹീദ് പഠിപ്പിച്ച് കൊണ്ടുവന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ കുറേ ആളുകൾ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടപ്പോൾ അവർക്കൊരു ആരാധ്യൻ ഉള്ളതുപോലെ നമുക്കും ഒരു ആരാധ്യനായിക്കൂടെ എന്ന് ചോദിച്ചതുപോലെ ആയിപ്പോയല്ലോ ഈ ചോദ്യം. ഇവർ ആരാധ്യൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. ഒരു മരത്തുമ്പോൾ കുറച്ചു നേരം വാള് കൊടുത്തിരുന്നല്ല പറഞ്ഞുള്ളൂ. അതെ, എന്താ കാരണം? അഭൗതികമായ നിലയ്ക്ക് എന്തെങ്കിലും ഒരു ബർക്കത്ത് വസ്തുവിൽ നിന്നോ സ്ഥലത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ പ്രദേശത്തു നിന്നോ പ്രതീക്ഷിച്ചാൽ അത് ശിർക്ക് വരും. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു മരിക്കാത്ത വാക്കുകൾ, ഇന്നി അഅലമു അന്നക ഹജർ, ഹജറുൽ അസ്വദ് നീ ഒരു കല്ലാണെന്ന് ഉമറിന് അറിയാം. ലാ തദുറു വലാ തൻഫഉ, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്നും എനിക്കറിയാം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുക്, ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. തൗഹീദ് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും നിനക്ക് അഭൗതികമായ നിനക്ക് ഒരു പ്രതീക്ഷയോ ഒരു ഭയമോ പടച്ചോനോടെ നേരല്ലാതെ വേറെ ഒന്നിനോടും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അടുത്തത് ഇഖ്ലാസാണ്. തൗഹീദുള്ള മനുഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാവണം എല്ലാം. വേറൊരു തൃപ്തി ആരെടുത്തു നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. സൂറത്തുൽ കഹ്ഫിൽ അവസാനം താഴത്തിറങ്ങിയത് തന്നെ അങ്ങനെ എത്രത്തോളം എന്നത് നമുക്ക് മനസ്സിലാവും. ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, പ്രവാചകരെ, നമ്മൾ അന്ന് വാച്ചും മൈക്കും ഒന്നും ഇല്ലല്ലോ ബാങ്ക് കേൾക്കാൻ. അപ്പം ജമാഅത്ത് നിസ്കരിക്കാൻ ഓടി പള്ളിക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ജമാഅത്ത് കഴിഞ്ഞു പോകും. അപ്പോൾ ഇനി നിസ്കരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പള്ളിൻ്റെ ഒരു മൂലക്ക് നമ്മൾ നിസ്കരിക്കും. അപ്പം ഞാൻ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ പള്ളിയിലേക്ക് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നും. പള്ളിക്ക് ആൾ കയറി വരുമ്പോൾ ചെരുപ്പ് വെച്ചൊന്ന് കുരച്ച് ഒച്ചുണ്ടാക്കിയിട്ടൊക്കെ വരിക. അപ്പം എൻ്റെ നിസ്കാരം ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നാക്കുക, ഓലിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ എൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞപ്പോഴാണ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ,
അവർ ചെയ്യുന്ന സൽക്കർമ്മത്തിൽ ഒരാളെയും ഷിർക്ക് വെക്കരുതെന്ന്. അവിടുത്തെ ഷിർക്ക് എന്താ? അല്ലാത്തൊരു ദ്വാരക്കണ ഷിർക്കല്ല, ജനങ്ങൾ കാണട്ടെ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. മൻ സ്വല്ല യുറാഇ ഫഖദ് അശ്റക വമൻ സ്വാമ യുറാഇ ഫഖദ് അശ്റക വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക. ഏതെങ്കിലും ഒരാൾ ജനങ്ങൾ കാണാൻ വേണ്ടി നമസ്കരിച്ചാൽ, ജനങ്ങൾ കാണാൻ വേണ്ടി നോമ്പനുഷ്ഠിച്ചാൽ, ജനങ്ങൾ കാണാൻ വേണ്ടി സ്വതക്ക ചെയ്താൽ അവർ ഷിർക്ക് ചെയ്തു എന്നാണ്. ആ ഷിർക്ക് അശ്ശിർക്കുൽ അസ്ഗർ, ഏറ്റവും ചെറിയ ഷിർക്ക് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്നും നമ്മൾ മോചിതരാവണം. അപ്പോൾ ഷിർക്ക് വരുന്ന, തൗഹീദ് നഷ്ടപ്പെടുന്ന വഴികളെ പറ്റി കൂടെ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഇന്ന റുഖിയ വ തമാഇമ വ തിവിലത്ത ഷിർക്കുൻ, ഐക്കല്ലും ഉറുക്കും ഏലസും ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിത്തൂക്കുന്നതും അരയെ കെട്ടുന്നതും കഴുത്ത് കെട്ടുന്നതും ഒക്കെ ഷിർക്കാണ്. അതൊക്കെ ഒഴിവാക്കണം. ഒന്ന്. രണ്ട്, മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്ത് സ്ത്രീകൾക്കിടയിൽ വളരെ വ്യാപകമായി കാണുന്നതാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിലെത്തിയാൽ വരെ ഖുർആൻ തൊട്ടാ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു ആണ് സത്യം എന്നല്ലാതെ വേറൊരു ശക്തിൻ്റെയും വ്യക്തിൻ്റെയോ സാധനത്തിൻ്റെയോ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക, അള്ളാഹു അല്ലാത്ത ആരുടെ മേൽ പിടിച്ച് സത്യം ചെയ്താലും അത് ഷിർക്കാവും. അതുകൊണ്ട് അള്ളാഹിൻ്റെ പേരിൽ മക്കളാണ് സത്യം, പുയാപ്പളയാണ് സത്യം, കഅബയാണ് സത്യം, പള്ളിയാണ് സത്യം, ഖുർആനാണ് സത്യം, വിളമ്പി വെച്ച ഭക്ഷണമാണ് സത്യം, കുട്ടികളെ വാപ്പയാണ് സത്യം, ഇതൊക്കെ നിഷിദ്ധമാണ്. പിന്നെന്താ പറയേണ്ടത്? അള്ളാഹുവാണ് സത്യം, റബ്ബുൽ കഅബ, കഅബയുടെ നാഥനാണ് സത്യം, അത് പറയാം. ഖുർആനിൻ്റെ നാഥനാണ് സത്യം. അള്ളാഹു റസൂൽ പറയും, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബാണ് സത്യം. ഒരു വിരോധമില്ല. പക്ഷേ അള്ളാഹു അല്ലാത്ത വ്യക്തിയുടെ പേര് മാത്രം പറഞ്ഞിട്ട് മമ്പർത്ത തങ്ങളാണ് സത്യം, ബദരീങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തു നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുക, ബദരീങ്ങളാണ്ടിന്, മമ്പർത്ത തങ്ങളാണ്ടിന്, അങ്ങനെ വ്യക്തികൾ, മരിച്ചുപോയ മനുഷ്യന്മാരുടെ പേരിൽ ബലി അർത്താൽ അറക്കുന്നവനും അത് അർപ്പിക്കുന്നവനും ആ മാംസം തിന്നുന്നവനും മുഴുവൻ ഷിർക്ക് ചെയ്തവരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം ഷിർക്കിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് വേണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയാൻ. അപ്പോൾ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതല്ലല്ലോ നമ്മൾ ഡോക്ടർമാരെടുത്തും പലയിടത്തും പോകുന്നുണ്ടല്ലോ, ഇതിനെതിരാവൂല. അതെങ്ങനെ മനസ്സിലായത്? ഇതേ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെയും പുണ്യത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന, സൃഷ്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ചോദിക്കുക. അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഡോക്ടറോട് മരുന്ന് ആവശ്യപ്പെടാം, രോഗം പരിശോധിച്ചിട്ട് ഏതാ രോഗം എന്ന് നിർണ്ണയിക്കാം, കൺസൾട്ടിങ് നടത്താം, അവരോട് രോഗം മാറാൻ ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഷിഫയാക്കണേ എന്ന് പറയുന്നത് അള്ളാഹിനോടാണ്. ഇതാണ്, അതാ സഹായതട്ട അള്ളാഹിനോട്. അല്ലാതെ ഭൗതികമായൊരു സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു വാങ്ങുന്നതിന് ഇതിൽ തെറ്റാവുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് പടച്ചോനെ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണേ എന്ന് പറയാൻ പറ്റാത്തൊരു വിഷയത്തിലേക്ക് ഒരു വിശ്വാസി പോകാനും പാടില്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു സഹായം അള്ളാഹു അല്ലാത്ത ആരോടും ചോദിക്കാനും പാടില്ല. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ അർത്ഥം. അപ്പോൾ അതുകൂടെ, അപ്പോൾ ഇപ്പം ഇത്രയും സമയം പറഞ്ഞത് എല്ലാ നിഅമത്തും അള്ളാഹിൻ്റെ സഹായം കൊണ്ട് കിട്ടിയതാ. എല്ലാം കിട്ടിയ പടച്ചവൻ്റെ സഹായം കൊണ്ടാണ്. എല്ലാത്തിനും അള്ളാഹിനോടാണ് സഹായം തേടേണ്ടതും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് സഹായം തേടിയിട്ട് കിട്ടിയ ഈ സംഗതിക്ക് അള്ളാഹിനോട് ശുക്ർ ചെയ്ത് ഞാൻ ജീവിച്ചോളാം റബ്ബേ. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ വളരെ ചെറിയ വിശദീകരണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇനി അവസാനം ദുആ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുതൽ വലദ്ദാലീൻ വരെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആ ദുആ. ഒന്നാം സ്ഥാനം ഇതിനാ. രണ്ടാം സ്ഥാനമാണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ എന്ന് തുടങ്ങുന്ന ആമന റസൂലിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന പ്രാർത്ഥന ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഏതാണ് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്നത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള സംഗതിയാണ്. എല്ലാവരും യോജിച്ച് പറഞ്ഞ സംഗതിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുതൽ വലദ്ദാലീൻ വരെ ഉള്ള പ്രാർത്ഥനയാണ് എന്നാണ്.
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ഏറ്റവും ശരിയായ പാതയിലേക്ക് ചേർക്കണേന്നാ. കാണിച്ചു തരണേന്നല്ല, കാണായിട്ടല്ലല്ലോ, ചേർന്നില്ല. അപ്പം അള്ള എന്നെ ചേർക്കണം. ഹിദായത്ത് പടച്ച റബ്ബ് തരുന്നെ വേണം. അതൊരാൾക്കും ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വാപ്പക്ക് കൊടുക്കാൻ കഴിഞ്ഞോ? നമ്മളൊക്കെ ആലോചിക്കണം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? നമ്മളൊരു മുസ്ലിമായി ജനിച്ചിലെ സഹോദരന്മാരെ, ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ബാപ്പ മുസ്ലിം ആവണമെന്ന്. അദ്ദേഹത്തിൻ്റെ ദഅവത്ത് ആദ്യമായി ബാപ്പനോടല്ല നടത്തിയത്, അല്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ കിടക്ക പങ്കിട്ട് പുരുഷായുസ്മം ജീവിച്ച ഭാര്യമാർ, അവർ ഹിദായത്തിലാവണമെന്ന് അവർ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. കൊടുക്കാൻ കഴിഞ്ഞോ? കഴിയില്ല. 42 കൊല്ലക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് തടുത്തു നിർത്തിയ വൻ മതിലായിരുന്നു അബൂ താലിബ്. ആ അബൂ താലിബ് മുസ്ലിം ആവണമെന്ന് റസൂൽ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും യാ അമ്മി ഖുൽ യാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജുക ബിഹി ഇൻദല്ലാഹ്, ഒരു വട്ടം മൂത്താപ്പ നിങ്ങളൊന്ന് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന ഫീ ദീനി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിലായിക്കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോവുക. 8 കൊല്ലം സഹോദരന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കാൻ ഇസ്ലാമിനെ പറ്റി ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ശരിക്കും ബോധ്യപ്പെട്ടു. അതെപ്പോഴാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞതെന്നറിയും? ഒരിക്കലും മക്കയിലെ പ്രമുഖരായ ഖുറൈശികളിലെ വളരെ പ്രധാനപ്പെട്ട ഗോത്ര തലവന്മാരിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു സംഘം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ അബൂ താലിബിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അബൂ താലിബ്, നിങ്ങളുള്ള ബഹുമാനം കൊണ്ടാണ് നിങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ ഞങ്ങളൊന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് സഹിക്കാൻ പറ്റൂല. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഈ ദഅവത്ത് നിർത്തുക, അല്ലെങ്കിൽ കൊല്ലാൻ ഞങ്ങൾക്ക് വിട്ടുതരാം. ഇത് രണ്ടോലർ ഓപ്ഷൻ അല്ലാതെ ഇനി മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നില്ല. അബൂ താലിബ് പറഞ്ഞു, ഞാൻ മോൻ വരട്ടെ, ഞാൻ സംസാരിച്ച് നോക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പം അബൂ താലിബ് പറഞ്ഞ വാക്കെന്താ അറിയും? മോനെ, എനിക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം നീ എന്നെ കൊണ്ട് വഹിപ്പിക്കരുത്. എല്ലാ ഗോത്രം കൂടി എതിർത്താൽ എനിക്ക് എല്ലാവരെയും കൂടി തോൽപ്പിക്കാനുള്ള കഴിവില്ലല്ലോ. ഇവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ദേഷ്യം ഒന്ന് ശമിക്കുന്നവരെ നീ നിന്റെ ദഅവത്തൊന്ന് മയപ്പെടുത്തണമെന്നേ പറഞ്ഞുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കൈ ചന്ദ്രനും വെച്ച് തന്നാലും മൂത്താപ്പ എനിക്ക് ഈ ദഅവത്ത് നിർത്താൻ പാടില്ല മൂത്താപ്പ, അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് ഒഴിവായി തരാം എന്ന് പറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി അബൂ താലിബിൻ്റെ അടുത്ത് നിന്ന് നീറ്റ് പോകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അബൂ താലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സിദ ഫിത്തുറാബി ദഫീനാ. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ആര്? അബൂ താലിബ്. അബൂ താലിബ് പറയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കായത്? നമ്മളിത് അതുകൂടി പഠിക്കണത്. ഇത് അബൂ താലിബ് പറയാണ്, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സിദ ഫിത്തുറാബി ദഫീനാ. ഞാൻ മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ നിന്നെ തൊടാൻ ഞാൻ ആരും സമ്മതിക്കൂല. നീ നിന്റെ ദഅവത്തുമായി ധൈര്യമായി പോയിക്കൊള്ളുക. തുടക്കെങ്ങനെ? വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണെന്നുകൂടി പഠിക്കാൻ ഈ പദ്യം നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാ. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ആകാശവും സൃഷ്ടിച്ച അള്ളാഹുവാണെന്ന് അവർക്കറിയാം. മഴ വർഷിപ്പിക്കുന്നത്, ഭക്ഷണം നൽകുന്നത്, വമയുദബ്ബിറുൽ അംറ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ച മക്ക മുശ്രിക്കുകളെക്കാൾ അപകടത്തിലേക്കാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയിൽ ജനിച്ചൊരു മനുഷ്യൻ, ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ പോയി ഡിഗ്രി എടുത്ത മനുഷ്യൻ, ഒരുപാട് ആൾക്ക് ദീൻ പറഞ്ഞു കൊടുത്ത മനുഷ്യൻ, അവസാന കാലം അദ്ദേഹത്തിൻ്റെ മനോനില നഷ്ടപ്പെട്ട് മനോരോഗിയായി മാറി. അദ്ദേഹമാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകളെക്കാൾ അപകടകരമായ ശിർക്ക്പരമായ വിശ്വാസം. എന്നാൽ അബൂ താലിബ് സത്യം ചെയ്ത് ആരെ വിളിച്ചിട്ടാ? വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൻ യസിലു ഇലൈക ബിജംഇഹിം, അവരെല്ലാവരോടും ഒരുമിച്ച് വന്നാലും നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കൂല. എത്തവരെ? ഹത്താ ഉവസ്സിദ ഫിത്തുറാബി ദഫീനാ, ഞാൻ മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ. എന്താ കാരണം? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി
ഖൈറുല്ലി അദിയാനിൽ ബരിയത്തി ദീന. എനിക്കറിയാം നിന്റെ ദീനാണ്, നീ ഈ പറയുന്ന മതമാണ് ലോകത്തെ ഏറ്റവും നല്ല മതം എന്നെനിക്കറിയാം. അറിവുള്ളതുകൊണ്ട് ഈമാൻ ആവില്ലല്ലോ സഹോദരന്മാരെ. അറിവുള്ളതുകൊണ്ട് ഹിദായത്ത് കിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ലൗലൽ മലാമത്തു ഔഹിദാ റാസബതൻ ലവജത്തനി സംഹം ബിദാക മുബീന. ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നിൽ വിശ്വസിക്കുന്ന ഒരാളായി മുഹമ്മദെ താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഇന്നും തൗഹീദ് മനസ്സിലാക്കിയ, ഈ നേർച്ചയും വഴിപാടും ഒന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന എത്രയോ ആളുകൾ ഇതിലേക്ക് വരാതിരിക്കുന്നത് മഹല്ലെങ്ങനെയാണ്, മരിച്ചാലെവിടെ മറമാടുക, കുടുംബക്കാരെതിരാവും, കൂട്ടുകാരെതിരാവും, മഹല്ല് എതിരാവും വിചാരിച്ചിട്ടല്ലേ. അവരാണ് ആധുനിക അബൂ താലിബീങ്ങൾ എന്നുകൂടെ ഇതുമായി ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അബൂ താലിബ് മരിച്ച അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ കരഞ്ഞ സന്ദർഭം മാത്രം ക്രോഡീകരിച്ച പുസ്തകങ്ങളുണ്ട്. പ്രവാചകൻ ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം ക്രോഡീകരിച്ച പുസ്തകങ്ങളുണ്ട്. പ്രവാചകൻ പറഞ്ഞ തമാശകൾ മാത്രം ക്രോഡീകരിച്ച പുസ്തകങ്ങളുണ്ട്. പ്രവാചകൻ കോപിച്ച സന്ദർഭങ്ങൾ മാത്രം ശേഖരിച്ച പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ന് ലഭ്യമാണ്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞ സന്ദർഭങ്ങൾ മാത്രം എടുത്ത് ശേഖരിച്ച പുസ്തകം ഇത് വായിച്ചു നോക്കേണ്ടി. ഒന്നാമത്തെ കരച്ചിൽ എപ്പോഴാണെന്നറിയോ? എത്ര സംഭവം കഴിഞ്ഞ് വേണം അള്ളാഹുവിൻ്റെ റസൂൽ കരയണ്ടേ? 7 മക്കളൊരു ബാപ്പക്ക് അള്ള കൊടുത്തിട്ട് 6 മക്കളും ബാപ്പ ജീവിച്ചിരിക്കെ മരിച്ചിട്ട് 6 മക്കളെ മയ്യത്ത് ഇറക്കി വെച്ചൊരു ബാപ്പക്ക് കരയാനല്ലാതെ സമയം ഉണ്ടാവുമോ ദുനിയാവിൽ? അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ പേരിൽ കരഞ്ഞിട്ടില്ല. 3 മാസമൊക്കെ തുടർച്ചയായി പ്രവാചകൻ്റെ വീട്ടിൽ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടില്ല. തൻ്റെ ഭാര്യയെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ട് മാസങ്ങളോളം പ്രവാചകന് ഭാര്യമാരടുത്തേക്ക് പോകാൻ പറ്റാത്ത മാനസികാവസ്ഥ ഉണ്ടായി, കരഞ്ഞിട്ടില്ല. സ്വന്തം നാടും വീടും വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, കരഞ്ഞിട്ടില്ല. 27ഓളം യുദ്ധങ്ങൾക്ക് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു, കരഞ്ഞിട്ടില്ല. അണപ്പല്ല് പൊട്ടി, കവളിൽ അമ്പ് തറച്ചു, ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണു. ഇങ്ങനെ എന്തെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി, നടന്നു പോകുന്ന വഴിയിൽ തലേക്ക് കല്ലിങ്ങനെ ഉരുട്ടിടാൻ നോക്കി, എങ്ങനെയൊക്കെ, പക്ഷേ കരഞ്ഞില്ല. എന്നാൽ നമ്മുടെ നേതാവ് കരഞ്ഞപ്പോഴെന്നറിയോ? അബൂ താലിബ് മരിച്ചപ്പോഴാണ്. എൻ്റെ മൂത്താപ്പക്ക് ഹിദായത്ത് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ്. സൂറത്തുൽ കഹ്ഫിൽ അദ്ദേഹത്തിൻ്റെ തീഷ്ണമായ ആഗ്രഹത്തെപ്പറ്റി ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. താങ്കൾ ജനങ്ങൾ ഈ സത്യസന്ദേശം സ്വീകരിക്കാത്തതിൽ മനം നൊന്ത് താങ്കളെ തന്നെ നശിപ്പിച്ച് കളയുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു എന്ന് അള്ളാഹു റസൂലിനെ പറ്റി പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ കുടുംബത്തിൽ ഐക്കല്ലും ഉറുക്കും ഏലസും നേർച്ചയും ഖബറാളികളുടെ സഹായത്താട്ടും ഇങ്ങനെ ഷിർക്കിൽ മുങ്ങി നിൽക്കുന്ന എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ. ഒരാളോട് നമ്മൾ മോനെ ഇതിലെ പോവരുത്, നരകത്തിലാണ് എത്തുക, പടച്ച റബ്ബേ അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കണമെന്നത് ദുആ എങ്കിലും എന്തെങ്കിലും ഒരു പരിശ്രമം നമ്മളെ ഭാഗത്ത് ഉണ്ടാവലുണ്ടോ? എന്നാൽ അല്ലാഹു റസൂൽ ആദ്യമായി കരഞ്ഞത് അബൂ താലിബ് മരിച്ചെന്നാണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. പിന്നെ കരഞ്ഞപ്പോഴെന്നറിയോ? അബൂലഹബ് മരിച്ചപ്പോഴാണ്. നമ്മുടെ നാട്ടിലാണ് പടക്കം പൊട്ടിയിട്ട് ആഘോഷിക്കുക ചെയ്യുക. അബൂലഹബ് ആരാ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. എപ്പോഴാണ് ആയത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് ദിവ്യ സന്ദേശം കിട്ടി. അദ്ദേഹത്തോട് പ്രബോധനം നടത്താൻ സൂറത്തു ശുഅറയിൽ അല്ലാഹു ആവശ്യപ്പെട്ടു, ഫഅൻദിർ അശീറതകൽ അഖറബീൻ. പ്രവാചകരെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകണം. കുടുംബസംഗമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തുടങ്ങിയ കുടുംബസംഗമത്തിനാണ്. നിന്റെ കുടുംബക്കാർക്ക് നീ ദഅവത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുടുംബക്കാരെയും വിളിച്ചു വരുത്തി സഫാ കുന്നിൻ്റെ അടുത്തുനിന്ന് അള്ളാഹു റസൂൽ ആദ്യമായി ദഅവത്ത് തുടങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാലോ. ആ ദഅവത്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ സഫാ കുന്നിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. വിശ്വസിക്കും. കാരണം ഇതുവരെ സത്യം പറഞ്ഞുള്ളൂ, കളവ് പറഞ്ഞില്ലല്ലോ, എന്താ വിശ്വസിക്കാൻ നിൽക്കുന്നത്? എങ്കിൽ അതിനേക്കാൾ വലിയ സത്യമാണ് എന്ന് പറഞ്ഞാണ് തൗഹീദും പരലോകമൊക്കെ പറഞ്ഞപ്പോൾ ആദ്യത്തെ വിമത ശബ്ദം ഉയർന്നത് അബൂലഹബിൻ്റെ നാവുന്ന തബ്ബൻ ലക യാ മുഹമ്മദ് ലിഹാദാ ജമഅതന. നിനക്ക് നാശം, ഇത് പറയാനാണോ ഞങ്ങളെ ഈ വിളിച്ചു എത്തിയത് എന്ന് ചോദിച്ചു തുടങ്ങിയ ആ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ജമീലയും ഏറ്റെടുത്തു. വീടാന്തരം കയറി പ്രവാചകനെതിരിൽ ഉമ്മു ജമീല ക്യാമ്പയിൻ നടത്തിയപ്പോൾ അങ്ങാടിയിലൂടെ നടന്നിട്ട് പ്രവാചകനെതിരിൽ ക്യാമ്പയിൻ നടത്തിയത് അബൂലഹബായിരുന്നു.
ഇങ്ങനൊക്കെ ദഅവത്ത് രംഗത്ത് പ്രയാസം ഉണ്ടാക്കാൻ പറ്റും, മുഴുവൻ ഉണ്ടാക്കിയാളാണ്. സഹോദരന്മാരെ, അബൂലഹബ് മരിച്ചപ്പോൾ നമ്മുടെ നേതാവ് കരഞ്ഞു, പടച്ചോനെ എൻ്റെ എളാപ്പക്ക് തൗഹീദ് കിട്ടിയല്ലോ എന്നാലോചിച്ചിട്ട്. അത്രമേൽ വിലപ്പെട്ട ഒന്നാണ് ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഈ ഹിദായത്തിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് തനിക്ക് കിട്ടിയാൽ പോരാ. ഇപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇഹ്ദിനാന്നാണല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും ഹിദായത്ത് കിട്ടണമെന്നാണ് ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഈ ആഗ്രഹവും പ്രാർത്ഥനയുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുമോ? കിട്ടൂല. പരിശ്രമം വേണം. അപ്പോൾ എന്താ, നമ്മുടെ കഴിവിൽ പെട്ടിടത്തോളം പ്രബോധനവും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതും ഈ പ്രതിജ്ഞയുടെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹമെങ്കിൽ ഹിദായത്ത് കിട്ടാൻ നമ്മൾ എന്തേ പണിയെടുക്കണ്ടേ? ആദ്യം ഞമ്മക്ക് കിട്ടണ്ടേ? ഞമ്മക്ക് കിട്ടാൻ നമ്മളെന്താ ചെയ്തത്? പരിശോധിച്ച് നോക്കേണ്ടി. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ സുജൂദിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥനയിൽ നമ്മളൊരു 5-6 കാര്യം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ആ 5-6 കാര്യത്തിൽ ഒരു കാര്യം വർസുഖിനി, പടച്ചോനെ എനിക്ക് ഭക്ഷണം നൽകണേ, റിസ്ക് നൽകണേ. മറ്റൊന്ന് വഹ്ദിനി, എനിക്ക് നീ ഹിദായത്ത് നൽകണേ. ഭക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിച്ച് വീട്ടിലിരിക്കുകയല്ലോ, എത്ര മണിക്കൂർ പ്രവർത്തിക്കും? ചില ആൾ നാടും വീടും വിട്ട് വിദേശ രാജ്യത്തേക്ക് പോകും. മണിക്കൂറുകളോളം രാവും പകലുമില്ല, കൊട്ടാര വെയിലത്ത് അധ്വാനിക്കണം. എന്തിന്? ഭക്ഷണം കിട്ടണേ എന്ന പ്രാർത്ഥന കൊണ്ട് മാത്രം പൂർത്തിയാവില്ല, നമുക്കറിയാം. അതിന് അധ്വാനം വേണം. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് നൽകണേ. നമുക്ക് ഹിദായത്ത് കിട്ടാൻ സഹോദരന്മാരെ നമ്മൾ എന്ത് പരിശ്രമമാണ് ഇന്ന് നമ്മൾ ചെയ്തത്? ഭക്ഷണം കിട്ടാൻ എന്ന് പണിയെടുത്തല്ലോ, അല്ലെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെ എടുത്ത് വന്നിട്ട് നമ്മൾ രാത്രി വിശ്രമിക്കുകയാണ്. ഹിദായത്ത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? അത് അള്ളാഹു വെറുതെ തരണം എന്നാണ് നമ്മുടെ ധാരണ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ 50 ആളെയും കൊണ്ട് ഹജ്ജിന് പോയ ആളാണ്, അമീറായിരുന്നു. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജൊന്നും ഉണ്ടാവില്ല. പിന്നെ മദീന മാർക്കറ്റിൽ പോയിട്ട് ലഗേജ് കെട്ടുന്ന പണിയാണ് മനുഷ്യന്മാർക്ക്. ഓരോരുത്തരുടെ ഉയരത്തിനനുസരിച്ചിനേക്കാളും ഉയരമുള്ള പെട്ടി കെട്ടുമായിട്ട് ഓരോരുത്തർ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നാളെ പോവുകയാണ്. ഇന്നെല്ലാ ലഗേജൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഓരോരുത്തരെ പെടാപ്പാട് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അയാളൊരു 10-35 റുപ്യൻ്റെ സാധനം പോയി പലജാതി ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങി നിറച്ചിക്കണേ. അങ്ങനെ അയാൾ ലഗേജൊക്കെ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മൗലവി, ഖുർആൻ പരിഭാഷ അവിടെ വെറുതെ കിട്ടുക? ഞാൻ ചോദിച്ചു, ഈ പെട്ടി കാണുന്നതൊക്കെ വെറുതെ കിട്ടിയതാണോ? ഇല്ല, അത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങാം. ഖുർആൻ പരിഭാഷ നമുക്ക് എന്ത് ചെയ്യണം? വെറുതെ കിട്ടണം. ഇത് മതത്തോടും ഹിദായത്തിനോടും നമ്മൾ കാണിക്കുന്ന ഒരു സമീപനം. ഹിദായത്ത് വെറുതെ കിട്ടൂല. ആർക്കൊക്കെയാണ് ഹിദായത്ത് കിട്ടുക? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. 1 സൂറത്തുൽ ബഖറ തുടങ്ങണ. അങ്ങനെ സൂറത്തുൽ ബഖറ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോണതുള്ളൂ. ആ സൂറത്തുൽ ബഖറയിൽ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് അള്ളാഹു ഹിദായത്തിലാക്കിയവർ. ആര്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഈ അടയാളങ്ങൾ ഇപ്പോൾ ഞാൻ വിശദീകരിക്കണില്ല. ഈ അള്ളാഹുവിൽ വിശ്വസിച്ച്, വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ച്, പരലോകത്തിൽ വിശ്വസിച്ച്, ധനപരമായ എല്ലാ ബാധ്യതയും ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടിയ ആളുകൾ. ഇപ്പം ഇത്തരം ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ബഖറ എടുക്കുമ്പോൾ വിശദീകരിക്കാവുന്നതാണ്. രണ്ടാമത് അള്ളാഹ് പറഞ്ഞു, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും മുറുകെ പിടിക്കുന്ന ആളും ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെ നാം ഹിദായത്തിലേക്ക് നയിക്കും. 3 വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലന, അള്ളാഹിൻ്റെ മാർഗത്തിലെ പരിശ്രമം. ഏതാവാം, പഠിക്കാനാവാം, പകർത്താനാവാം, പകർന്നു കൊടുക്കാനാവാം, ദീനീ രംഗത്തുള്ള ഏത് പരിശ്രമം, ദീനീ ദഅവത്ത് രംഗത്തുള്ള പ്രവർത്തനമാവാം, എന്തായാലും ശരി. അങ്ങനെ ഖുർആൻ പഠിക്കാനാവാം, അത് പ്രചരിപ്പിക്കാനാവാം, അത് ജീവിതത്തിൽ പകർത്താനാവാം. എന്ത് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുകയാണോ, ലനഹ്ദിയന്നഹും സുബലന, അവർ നാം വളരെ എളുപ്പത്തിൽ ഹിദായത്തിലേക്ക് ചേർക്കും. 4-മത്തത് സൂറത്ത് സുമർ പറഞ്ഞു, ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹും ഉലുൽ അൽബാബ്. എൻ്റെ അടിമകൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ അള്ളാഹിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. ഇസ്തമഅ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്.
ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലത് അവർ പിൻപറ്റും. അപ്പം അതിൽ ഏറ്റവും ചീത്ത ഉണ്ട് എന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. അതിൽ അവർക്ക് പിൻപറ്റാൻ പറ്റുന്നിടത്തോളം, ചിലർക്ക് ചെല്ലം പിൻപറ്റാൻ കഴിയൂലല്ലോ. സ്വതക്കനെ പറ്റി പറഞ്ഞാൽ പൈസ ഇല്ലാത്തവർക്ക് പിൻപറ്റാൻ കഴിയുമോ? ഇല്ല. നോമ്പിനെ പറ്റി പറഞ്ഞാൽ ആരോഗ്യമില്ലാത്തവന് നോമ്പ് എടുക്കാൻ കഴിയുമോ? ഇല്ല. ഹജ്ജിനെ പറ്റി പറഞ്ഞാൽ ആരോഗ്യം പൈസ ഇല്ലാത്തവന് നടക്കുമോ? ഇല്ല. എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പിൻപറ്റും. അതാ പറഞ്ഞ വയത്തബിഊന അഹ്സനഹു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവരെയാണ് അള്ളാഹു ഹിദായത്തിലാക്കിയവർ. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിമാന്മാർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്തെയും ഹിദായത്ത് കൊടുക്കും. അപ്പോൾ പരിശ്രമം വേണം, പ്രാർത്ഥനയും വേണം. പ്രാർത്ഥനയാണ് 17 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ പ്രാർത്ഥനയും പരിശ്രമവും ഒരുമിച്ച് കൊണ്ടുപോകണം ഈ പ്രാർത്ഥന സ്വീകരിക്കാൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ശരിയായ വഴിയിൽ ഞങ്ങളെ ചേർ. ഏതാണ് ഈ ശരിയായ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾ വലിയ അനുഗ്രഹത്തിലാന്ന് പറയുമ്പോൾ ഭൗതികമായ അളവ് പോലെ നമ്മൾ നോക്കുക. നമ്മളെ മനസ്സിൽ എന്തൊക്കെ വയലെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ദുനിയാവ് തന്നെയാണ്. പക്ഷേ അള്ളാഹു ദീനിനെ പറ്റിയാണ് നിഅമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, രക്തസാക്ഷികൾ, പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ആ ജീവിച്ച വഴി, അതാണ് നിഅമത്ത്. നമുക്ക് ആദ്യം ഈ ആയത്ത് അള്ളാഹു സ്വീകരിക്കുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിലെ നിഅമത്ത് ഏതാ? നിഅമത്ത് ചെയ്തവരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാണല്ലോ നമ്മളെ മനസ്സിലെ നിഅമത്തിൻ്റെ ദുനിയാവാണെങ്കിലോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്ത് വേണം? അള്ളാൻ്റെ ദീൻ നമുക്ക് നിഅമത്തായി തോന്നണം. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു നോക്കി, എനിക്ക് അള്ളാൻ്റെ ദീൻ നിഅമത്താണോ ഭാരമാണോ? മതം പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ ആസ്വാദനമുള്ളൊരു സംഗതി നിന്ന് മാറി നിൽക്കുമ്പോൾ, ദാഹിക്കുന്നവന് വെള്ളം നിയാമത്താണ്, വിശക്കുന്നവന് ഭക്ഷണ നിയാമത്താണ്, രോഗിക്ക് മരുന്ന് നിയാമത്താണ്, യാത്രക്കാരൻ്റെ വാഹന നിയാമത്താണ്, വീടില്ലാത്തവനോട്, ഇതൊക്കെ നമുക്ക് കിട്ടിയുള്ള സന്തോഷം നമുക്കറിയാലോ. അങ്ങനത്തെ ഒരു സന്തോഷത്തോടെയാണോ അള്ളാഹുവേ ഇങ്ങനൊരു സംഗതി ചെയ്യാൻ എനിക്ക് തൗഫീക്ക് തന്നല്ലോ എന്ന സന്തോഷത്തോടെയാണോ ഒരു മതം പറഞ്ഞൊരു കാര്യം ചെയ്യൽ? അല്ല, നിർവഹിക്കുകയാണ്. ഇബാദത്ത് നിർവഹിക്കുക എന്നാ പറയലെന്നെ. സഹോദരന്മാരെ അങ്ങനെ പറയരുത്. എന്താ പറയേണ്ടത്? ആസ്വദിക്കുക എന്നാ പറയുന്നത്. കാരണം നിഅമത്ത് ആസ്വദിക്കലാണ്. ഭക്ഷണം നിർവഹിക്കല, ആസ്വദിക്കല. വെള്ളം നിർവഹിക്കല, ആസ്വദിച്ച് കുടിക്കല. മൊബൈല് നിർവഹിക്കല, കയ്യിലെടുത്താൽ പിന്നെ ദുനിയാവും പരലോകവും ഓർമ്മ ഉണ്ടാവും. സമയം പോകണമെന്നറിയാം. ഉറക്കുണ്ടോ, ഭക്ഷണം ഉണ്ടോ, വേറെ വല്ലതും ഉണ്ടോ? എന്താ കാര്യം? ആസ്വദിക്കാൻ. കാരണം നിഅമത്താണ്. നിസ്കാരം നിർവഹിക്കാൻ. ഖുർആൻ എടുത്താൽ ഉറക്കം വരും. എന്താ കാര്യം? നിർവഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ബാങ്ക് കൊടുക്കാൻ പാടില്ല. എങ്ങനെ അറിയാം? ബിലാൽ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി ബാങ്ക് കൊടുക്കാൻ പാടില്ല. എങ്ങനെ? അരിഹിനായ ബിലാൽ, ബിലാലെ ബാങ്ക് കൊടുക്കുന്ന നിസ്കാരം കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞല്ലോ, എന്നാ പുറകെ പോയി ഉള്ളത് വള്ളയിലാക്കി കിടക്കാലോ എന്നാ? അല്ല, ഞങ്ങളുടെ മനസ്സിന് കുളിർമ കൊണ്ട ബിലാലേന്നാ. അപ്പം മനസ്സാസ്വദിക്കുക. അതുപോലെ കാലിൽ നീര് കിട്ടുമാർ നിസ്കരിച്ച് ആസ്വദിച്ചത്. സമയം പോയത് അറിഞ്ഞില്ല. മൊബൈൽ നമ്മളെ കയ്യിലെടുത്താലുള്ള അതേ അനുഭവം അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുക. അതെന്താ? മതത്തിലെല്ലാ സംഗതിയും, അത് ചെയ്യാൻ പറഞ്ഞ കാര്യമാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സംഗതിയാണെങ്കിലും അതിനോടൊരു വിശ്വാസി സ്വീകരിക്കുന്ന സമീപനത്തിൽ അവൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് നിഅമത്ത് ആസ്വദിക്കുന്ന സന്തോഷമാണ്. ഇതാവണം ആദ്യം. നമുക്ക് ഭാരമാണ്. സ്ത്രീകളോട് സഹോദരിമാരോട് ചോദിക്കട്ടെ, മുഖവും മുഖയില്ലാത്ത ഭാഗം മറക്കുന്ന ഇസ്ലാമിക ഡ്രസ്സാണോ നമ്മൾ ധരിക്കൽ? അതെ, അതായത് ഡ്രസ്സാണ്. ഏത് ഡ്രസ്സിനുള്ള താല്പര്യം? ഏത് ഡ്രസ്സാണ് ധരിക്കലെന്നല്ല. 10 മുതൽ 12 മണി വരെ എൻ്റെ മുമ്പിൽ ഖുർആൻ പഠിക്കാനിരിക്കുന്ന ഒരു പെൺകുട്ടി, അന്ന് അവളുടെ കുടുംബത്തിൽ നിക്കാഹുണ്ട് ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന്. ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കും, അതറിയില്ല. ഏത് ഈ കുട്ടീൻ്റെ കുടുംബത്തിലെ നിക്കാഹാണ് വൈകുന്നേരം എനിക്കുള്ളത് എനിക്കറിയില്ല. ഞാനാണ് നിക്കാഹിന് വരിക എന്ന് നോക്കുക അറിയില്ല. ഈ കുട്ടീനെ, ഏത് കുട്ടി? 10 മുതൽ 12 മണി വരെ എൻ്റെ മുമ്പിൽ ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കാരണം ഡ്രസ്സിൽ അത്ര മാറ്റമുണ്ട്. ചോദിക്കട്ടെ, ഏത് ഡ്രസ്സിനോടാണ് താല്പര്യം? ചോദിച്ചു നോക്കി നമ്മളെ മക്കളോട്, ഏത് ഡ്രസ്സിനോടാണ് താല്പര്യം? ഇടരേതാന്ന് നോക്കണ്ട കേട്ടോ. അത് ഭർത്താവിനെ പേടിച്ച്, മാതാപിതാക്കളെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, മൗലവിനെ പേടിച്ച്, സദസ്സിനെ പേടിച്ചൊക്കെ നമ്മൾ പലതും, ഡ്രസ്സ് മാത്രമല്ല പലതും നമ്മൾ സ്വയം കൃത്രിമമായി ചെയ്തെന്ന് വരുത്തും. ഒരുപാട് ഉദാഹരണമുണ്ട്. ഏതിനോടാണ് ആത്മാർത്ഥമായ സ്നേഹം?
നോമ്പ് വരുന്നു എന്ന് കേട്ടാൽ ഒരു ചെറിയ ശതമാനം ആക്കെങ്കിലും പടച്ചോനെ ഈ ചൂടത്ത് എങ്ങനെയാ ഇപ്പോൾ വൈകുന്നേരമായി കിട്ടുക? ഞാമത്താ അല്ലേ ഭാരമാണോ? അസ്വലാത്തു ഹൈറുമിനോ എന്ന് കേൾക്കുമ്പോൾ ഞാമത്ത് കിട്ടിയ സന്തോഷ സഹോദരൻ വരെ ചാടിയിട്ട് പോലല്ല, പുതപ്പിട നീ പോയി തപ്പിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം. ഏതാ ഞാമത്ത്? നമുക്ക് ഞാമത്ത് ഏതാന്ന് ആദ്യം തീരുമാനിക്കണം. മതം ഞാമത്താവണമെങ്കിൽ അടിയുറച്ച ലക്ഷ്യബോധമാണ്. നബിസ്വല്ലല്ലാഹു അതാ ഉണ്ടാക്കിയത്. 13 കൊല്ലക്കാലം നിസ്കരിപ്പിച്ചില്ല, നോമ്പ് ഒൽപ്പിച്ചില്ല, സക്കാത്ത് കൊടുപ്പിച്ചില്ല, ഹജ്ജും ചെയ്യിപ്പിച്ചില്ല. പിന്നെ അള്ളാഹു പരലോകം, അള്ളാഹു പരലോകം, സ്വർഗമാണ് ലക്ഷ്യം. എങ്കിൽ ആ ലക്ഷ്യം കിട്ടുമെങ്കിൽ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പം ഈ ചെയ്യുന്ന കാര്യമൊക്കെ വളരെ നിസ്സാരമായി മാറും. നമുക്ക് ഭാരമായി തീരുന്നതുകൊണ്ടറിയോ? നമ്മുടെ മനസ്സിലെ സ്വർഗം ഒരു തുള്ളി വെള്ളം പോലെയാണ്. വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ട്. കൈ കഴുകാൻ മാത്രം ഉണ്ടോ? ഇല്ല. മുഖം കഴുകാൻ മാത്രം ഉണ്ടോ? ഇല്ല. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ഇതിനിപ്പോൾ എന്തോ ഒരു ഉപകാരമുണ്ടോ? അതുപോലെ നമ്മുടെ മനസ്സിൽ സ്വർഗം ഉണ്ടോ? ഉണ്ട്. ആ സ്വർഗബോധത്തിന് നമ്മെ നന്മ ചെയ്യിപ്പിക്കാനുള്ള പവർ ഉണ്ടോ? ഇല്ല. നരകമുണ്ടോ? നരകമുണ്ട്. ആ നരകത്തോടുള്ള പേടി, നരകത്തിൽ നിന്ന് പോണ തെറ്റിൽ നിന്ന് നമ്മളെ തടുക്കാനുള്ള പവർ ഉണ്ടോ? ഇല്ല. അത് ഉണ്ടാക്കണം ആദ്യം. 13 കൊല്ലക്കാലം അള്ളാഹു റസൂൽ ചെയ്താലാ 7ാമത്തെ മെമ്പർഷിപ്പ് മുറിക്കാൻ വേണ്ടി, 7ാമത്തെ മെമ്പറായി ചേരാൻ വേണ്ടി വന്നത് അബൂദുർ ഗിഫാറുല്ലാഹുവിന്, ഗിഫാർ ഗോത്രത്തിലെ വളരെ പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹമാണ് 7ാമത്തെ മെമ്പർഷിപ്പ് റസൂലുള്ളാഹിയെ ഇന്ന് മുറിച്ച് വാങ്ങുന്നത്. അദ്ദേഹം വളരെ ദൂരെ ഗിഫാർ ഗോത്രത്തിൽ നിന്ന് വരികയാണ്. അങ്ങനെ ഞാൻ ആ ചരിത്രമൊന്നും വിശദീകരിക്കണില്ല. അദ്ദേഹം വന്നു, പഠിച്ചു, ഇത് യഥാർത്ഥ പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? മുസ്ലിം ആവണം. 2 ചോദ്യം. 1, മൻ മഅക ഫീ ഹാദൽ അംർ, പ്രവാചകരെ ഈ ആദർശത്തിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അള്ളാഹു റസൂല് പറഞ്ഞു 6 ആളുണ്ട്. 1 ഞാൻ തന്നെയാണ്, 1 എൻ്റെ പെണ്ണുങ്ങളാണ്, 1 അലി അള്ളാഹുവിനുമാണ്, 1 അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനും, ബിലാൽ അള്ളാഹുവിനും, പിന്നെ ഖദീജ അള്ളാഹുവിനും. 6 ആൾ. നീയോട് ചേർന്നാൽ 7 ആളാവും. സൗദി അറേബ്യ എന്ന കേരളത്തേക്കാൾ വലിയ രാജ്യമാണ്. ആ രാജ്യത്ത് ഒരു ആദർശത്തിൽ ആകെ 6 ആൾ. അതിൻ്റെ കുടുംബക്കാരും മക്കളും ഭാര്യയും ഒക്കെ. നമ്മളാണ് എന്താ ചിന്തിക്കുക? വടച്ചവനെ വരപ്പുര കൂടിയാൽ അപകടമാണ്, ഞാൻ ഞങ്ങളെ ബന്ധപ്പെടാം, നമ്പറിൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് പറയാ ചെയ്യുക. അബൂദർ അള്ളാഹുവിൻ്റെ 2ാമത്തെ ചോദ്യം, ഈ ചെറു സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? അള്ളാഹു റസൂൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയോളാന്ന് പറഞ്ഞോ? ഭരണം വരും, ഇസ്ലാമിക ഭരണം വരും, ഇന്നെ പരിഗണിച്ചോളാന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. സ്വർഗം കിട്ടുന്നു. സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക, സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക. ജന്മം കൊണ്ട് മുസ്ലിമായിട്ട് ഒരു കാര്യമില്ല എന്ന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം കിട്ടാൻ മുസ്ലിം ആയവർക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂ. അതാണ് എൻ്റെ മർമ്മം. അതുകൊണ്ടാണ് അദ്ദേഹം നേരെ പോയത്. കേട്ടാ, അള്ളാഹു റസൂൽ പറഞ്ഞു, അബൂബക്കറെ കഅബന്റെ അടുത്ത് വന്ന് ഉറക്കം വിളിച്ച് പറയുന്നത് സമയമായില്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോളി, കുടുംബക്കാരുടെ തടവത്ത് നടത്തിക്കോളി. അദ്ദേഹം പറഞ്ഞു എനിക്ക് സമയമായിക്കണം. എന്തിന്? നിങ്ങൾ നേരത്തെ ഒരു സ്വർഗം പറഞ്ഞല്ലോ, അവിടെ പോവാൻ. കണ്ടോ? ആ പറഞ്ഞ ഉടനെ ആ മനുഷ്യൻ്റെ മനസ്സിൽ ആ സ്വർഗം ആഴത്തിനണ്ട് അറിഞ്ഞാണ്. നാട്ടുകാർ മുഴുവൻ തല്ലിക്കൊല്ലുന്ന അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അതിനേക്കാൾ വലുതാ കിട്ടാൻ പോണ സ്വർഗം. ഈ ലക്ഷ്യബോധം മനുഷ്യ മനസ്സിൽ വളർത്തുന്നതിൽ മഹല്ലുകൾ പരാജയപ്പെട്ടു, സംഘടനകൾ പരാജയപ്പെട്ടു, രക്ഷിതാക്കൾ പരാജയപ്പെട്ടു, സമുദായം പരാജയപ്പെട്ടു. അപ്പം എന്തായി? മതം എന്നതൊരു ഭാരമായി മാറി. ആ നിർവഹിക്കും, ആ ചെയ്യും, ചെയ്യല്ല നിവൃത്തിയില്ലല്ലോ. ഞാനൊക്കെ ഇപ്പം നോൽപോൽക്കാൻ എന്നിട്ട് എവിടുന്ന ഒരു തുള്ളി വെള്ളം കിട്ടുക? അതുകൊണ്ട് നോൽക്കും. വല്ല പ്രതിഫലം ഉണ്ടോ? ഒരു പ്രതിഫലം ഉണ്ടാവില്ല. ആവേശത്തോടെ എന്നാൽ നിഅമത്തിൻ്റെ പിന്നാലെ ഓടുന്നതോ? ഒരു പീടികയിൽ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ആ വിവരം നാട്ടിൽ സ്പ്രെഡാകുന്നത്, എത്രയാണ് ആളുകൾ തടിച്ചു കൂടുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. റേഷൻ ഷോപ്പിൽ പഞ്ചസാര എത്തിന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? മാവേലി സ്റ്റോറിൽ പഞ്ചസാര വില കുറഞ്ഞ സാധനത്തിൽ എന്തൊരു ക്യൂ ആണ് അവിടെ. എന്നാൽ അള്ളാഹിൻ്റെ ഓഫറിൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടോ? അത് ഭാരമാണ്. അപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചുള്ള മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മതം നമുക്ക് അനുഗ്രഹമാണോ അല്ലേ എന്ന് പരിശോധിക്കണം. അനുഗ്രഹമാവണമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് ഏറ്റവും വലുത് സ്വർഗമായി മാറണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇനി ഇഹ്ദിന ഞങ്ങളെന്നാ ഒറ്റക്കാണെങ്കിലും അങ്ങനെ തന്നെ പറയാം. അപ്പം എന്താ ഒരു വിശ്വാസിൻ്റെ ആഗ്രഹം? എല്ലാവർക്കും ഹിദായത്ത് കിട്ടണമെന്ന്. ആഗ്രഹിച്ചാൽ കിട്ടുമോ? ഇല്ല. ദ്വാരന്നാ കിട്ടുമോ? ഇല്ല. പരിശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹിദായത്ത് കിട്ടണേ, ആദ്യം എനിക്ക് കിട്ടണ്ടേ? എനിക്ക് ഹിദായത്ത് കിട്ടാൻ ഞാൻ എന്ത് പണിയെടുത്ത് ഇവിടെ? എന്ത് അധ്വാനം നടത്തിയത്? സുജൂദിൻ്റെ ഇടയിലുള്ള നമ്മളൊരു 5-6 കാര്യം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. 1 വഹ്ദിനി, അതിൽപ്പെട്ട 1. 2 വർസുഖിനി, അള്ളാഹുവേ നീ എനിക്ക് ഹിദായത്ത് തരണം, എനിക്ക് ഭക്ഷണം നൽകണം. ഭക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തിരിക്കുക?
എത്ര മണിക്കൂർ അധ്വാനിക്കുന്നുണ്ട്. ആണും പെണ്ണും അധ്വാനിക്കാൻ പോണ കുടുംബമല്ലേ. നാടും വീടും വിട്ട് വിദേശത്ത് പോകണില്ല. കുടുംബം പോറ്റണം. വർസുക്കിനെയും ദ്വാരന്ന് പൊരേ കുത്തിരുന്നിട്ട് കാര്യമല്ല. ഭക്ഷണം അല്ല കൊണ്ടു തരൂല. നമ്മൾ അധ്വാനിക്കണം. വഹുദിനി എന്ന് പ്രാർത്ഥിച്ചാലോ? ഹിദായത്ത് എന്ത് ചെയ്യണം? അള്ള വെറുതെ കൊണ്ടുത്തരണം. അങ്ങനെ കിട്ടുമോ? കിട്ടൂല. നേരത്തെ പറഞ്ഞല്ലോ, ഹിദായത്ത് കിട്ടല് ആർക്കൊക്കെയാണ് അള്ള ഹിദായത്ത് കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് വേണം? പരിശ്രമിക്കണം. എന്ത് പരിശ്രമമാണ് നടത്തുന്നത്? ഒരു പരിശ്രമവും. ഞാൻ 50 ആളെയും കൊണ്ട് ഹജ്ജിന് പോയി. അപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് മറ്റന്നാൾ ഫ്ലൈറ്റാണ്. പിന്നെ ആളുകൾക്ക് ഹജ്ജിൻ്റെ മൂടൊക്കെ കണ്ട് പോയി മദീന മാർക്കറ്റിൽ പോയിട്ട് ലഗേജ് വാങ്ങണ തിരക്കാണ്. ഓരോരുത്തർ ഓരോക്കാളും ഏകറുള്ള പെട്ടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം അപ്പോഴും ഓർക്കുകയാണ്. അയാൾ 10-35,000 റുപ്യൻ്റെ ആവശ്യമുള്ളോ ഇല്ലാത്തതൊക്കെ വാങ്ങി പെട്ടി ഒരു ഇഞ്ച് സ്ഥലമില്ല. അങ്ങനെ അയാളിനോട് ചോദിച്ചു, മൗലവി ഈ ഖുർആൻ പരിഭാഷ എവിടെ വെറുതെ കിട്ടുക? അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പെട്ടിയിലുള്ള സാധനമൊക്കെയാണ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഹിദായത്തും ഹിദായത്തിൻ്റെ അടിസ്ഥാനമായ ഖുർആനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? വെറുതെ കിട്ടണം. ഇത് ഹിദായത്തിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കും വേണം, പ്രാർത്ഥിക്കും വേണം. അള്ളാഹിനോട് പ്രാർത്ഥിക്കും വേണം, നന്നായിട്ട് അധ്വാനിക്കും വേണം. ഇനി ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഈ ശുറാപ്പല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ അനുഗ്രഹിച്ചവരുടെ പാത നമ്മൾ പറഞ്ഞു. അതിൽ പെടാത്ത 2 കാര്യം. അതിൽ പെട്ടുപോവുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര ഇങ്ങനെ വരച്ചിട്ട് പല്ലിൻ്റെ ചീർപ്പിൻ്റെ ഈ പല്ല് പോലെ 2 ഭാഗത്തും ഷെയ്ഡിലും വര വരച്ചു. ഒരു വര നേരെ വരച്ച് അതിമൊന്ന് ഇങ്ങനെ പല്ലിൽ ചീർപ്പിൻ്റെ പല്ലുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ വരച്ചിട്ട് പറയും, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇതൊക്കെ വഴികളാണ്. അപ്പോൾ വഴികൾ ഒരുപാടുണ്ട്. അതിനൊന്നും പെടുകയും ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട 2 വഴികളിനെ പറ്റി കാവലിനെ തേടിയിട്ടാണ് സൂറത്തുൽ ഫാത്തിഹ അവസാനിപ്പിക്കുന്നത്. വൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല. അതേതാ? അത് ജൂതന്മാരാണ്. വലദ്ദാല്ലീൻ, വഴി പിഴച്ചുപോരുടെയും മാർഗത്തിലല്ല. അതേതാ? ക്രിസ്ത്യാനികളാണ്. എന്താ അവർക്ക് പറ്റിയത്? 1, ജൂതന്മാരെ അല്ലാഹു ശപിച്ചു. ശപിക്കാൻ റസൂൽ പ്രാർത്ഥിച്ചു. മരിക്കുന്ന സമയത്തും ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രൈസ്തവർ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ്, അവരവരുടെ അംബിയ മുസ്ലിങ്ങളുടെ കബറിടം ആരാധനാ കേന്ദ്രങ്ങളാക്കി. കബറ് കെട്ടിപ്പൊക്കി നേർച്ചയും വഴിപാട് നടത്തുന്ന ആളുകൾ പിന്നെ സിറാത്തല്ലദീന ഗൈറിൽ മഗ്ദൂബി അലൈഹിം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹിൻ്റെ ശാപ കോപത്തിന് അർഹമാകുന്ന പ്രവർത്തനം. അത് നിർത്തണം. ആ മാർഗത്തേക്ക് ഞങ്ങളെ ചേർക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. 2, വലദ്ദാല്ലീൻ, വഴി പിഴച്ചു പോയവർ. ആരാധ? ക്രിസ്ത്യാനികൾ. അതെന്താ കാരണം? അവർക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം പോലും തമ്മിൽ ഒരു ബന്ധമില്ല. അവരെ പറ്റി ഖുർആൻ പറഞ്ഞ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത തുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, കഴുത ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഒരു കഴുതൻ്റെ പുറത്ത് എന്ത് വെച്ചിട്ട് എന്താ കാര്യം എന്നൊന്നും കഴുതക്കാരെ കഴുത കൊണ്ട് ഇങ്ങനെ നടക്കും. തൗറാത്തുണ്ട്, ഇഞ്ചിയിലൊക്കെ ഉണ്ട്. ജീവിതവും തൗറാത്തും തമ്മിലും ഇഞ്ചിയിലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? അല്ല അതിനെതിരായ ജീവിതമാണോ? വലദ്ദാല്ലീൻ എന്ന് പ്രാർത്ഥിച്ച കാര്യമല്ല. അപ്പോൾ എന്ത് വേണം? ഷിർക്ക് പരമായ ഖബർ ആരാധനയും മഹാന്മാരുടെ സഹായതട്ടം, അത്തരം ഷിർക്ക് വരുന്ന നേരത്തെ പറഞ്ഞ എല്ലാ മാർഗത്തും മാറി നിൽക്കണം. 2, അള്ളാഹിൻ്റെ വേദഗ്രന്ഥം ഖുർആനും സുന്നത്തും. തറക്തു ഫീക്കും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി എന്ന് റസൂൽ പറഞ്ഞ ഖുർആനിലും സുന്നത്തിലും പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് വേണം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പ്രാർത്ഥിക്കുവാൻ. മനസ്സിലായോ? കള്ളൊന്നും കുടിക്കുന്നില്ല. കള്ളിന് സമാനമായ ലഹരിയുള്ള മറ്റു വസ്തുക്കൾ കഴിക്കുന്നുണ്ടെങ്കിലോ പിന്നെ അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് കിട്ടിയ ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ബീഡി ഇങ്ങനെ വലിക്കുക, ക്യാൻസർ ഉണ്ടാവരുതേന്ന് ദ്വാരക്കണിൽ വല്ല അർത്ഥമുണ്ടോ? നേർക്ക് നേരെ വ്യഭിചരിക്കണില്ല, എന്നാൽ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലോ അള്ളാഹുവിൻ്റെ ഈ ശാപകോപത്തിൽ നിന്ന് ഇരയായവരുടെ മാർഗത്തിൽ നിന്ന് കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറി നിന്ന് സ്വീകരിക്കേണ്ട നന്മയെല്ലാം സ്വീകരിച്ച് വർജിക്കേണ്ടവെല്ലാം വർജിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതാണ് ഹിദായത്ത് സ്വന്തം ജീവിതത്തിൽ നിലനിർത്താൻ ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്തണം. ദഅവത്ത് നടത്താൻ നിങ്ങൾക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് യസഫാ. നോക്കൂ, നിങ്ങൾ രാവിലെ ഒന്ന് വൈകുന്നേരം വരെ ദഅവത്ത് നടത്തി തളർന്ന ശരീരമായിട്ട് വീട്ടിലേക്ക് വരുമ്പം
ഖദീജ റളിയല്ലാഹു ചോദിക്കലുണ്ട്, റസൂലെ ഒരു ദിവസമൊക്കെ വിശ്രമിച്ചുകൂടെ? എന്താ റസൂൽ മറുപടി, മല്ലാ അയ്യാമുൻ നൗമിയ ഖദീജ, ഉറക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും നാളുകൾ കഴിഞ്ഞു ഖദീജ. ഒരാൾക്കെങ്കിലും ദഅവത്ത് നടത്തിയ ആളെ നരകത്തിന് രക്ഷപ്പെട്ടാൽ അതിൽ വലിയ സംഗതി ഇല്ലല്ലോ. ഞാനൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രവാചകൻ അയൽവാസി ഒരു ജൂതനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ ക്രിറ്റിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ റസൂൽ വന്നു. റസൂൽ വന്നപ്പോൾ കുട്ടി മരിക്കണതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പാണ്, സക്കറാത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിക്കണം. അള്ളാഹ് റസൂൽ ആ മനുഷ്യരുടെ കുട്ടിയോട് പറഞ്ഞു, പിന്നെ കലിമ ചൊല്ല്, അസ്ലിം, നീ മുസ്ലിം ആവും, കലിമ ചൊല്ലി മുസ്ലിം ആവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കുട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി, ജൂതനാണ്. അച്ഛൻ പറഞ്ഞെന്താ അറിയോ, അബുൽ ഖാസിം. അബുൽ ഖാസിം എന്ന് പറഞ്ഞ റസൂലിൻ്റെ മറ്റൊരു പേരാണ്, ഖാസിമിൻ്റെ വാപ്പ എന്നുള്ള ആൾക്ക്. അത് റസൂല പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. ആ കുട്ടി മുസ്ലിം ആവുന്നു, തൽക്ഷണം മരിക്കും. ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ അൽഹംദുലില്ലാ, പടച്ചോനെ ഈ കുട്ടിയെ നരകത്തിന് രക്ഷപ്പെടുത്തി നിനക്കാണ് സർവ്വസ്വം. ഇത്രയേറെ പരിശ്രമം വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും ദഅവത്ത് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് ദുർമാർഗത്തിനൊക്കെ മാറി നിന്ന് അള്ളാഹിൻ്റെ ദീൻ ഏറ്റവും വലിയ നിഅമത്തായി കണ്ട് താല്പര്യത്തോടു കൂടി ദീനി ജീവിതം മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആ ഹിദായത്തിലായിക്കൊണ്ട് മരിച്ചു പോകണം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും വ്യക്തികൾ ഒറ്റക്കാണെങ്കിലും കൂട്ടായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ആമീൻ എന്ന് പറയണം. ഈ കൂട്ടായി നിസ്കരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇമാമിൻ്റെ കൂടെയായിരിക്കണം ആമീൻ പറയേണ്ടത്. അത് നമ്മളെ ആമീനും ഇമാമിൻ്റെ ആമീനും മലക്കളുടെ ആമീൻ യോജിച്ച് വന്നാൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമസ്കരിക്കാൻ ചെന്ന് മഗ്‌രിബ് നിസ്കരിക്കാനാണ്, ഇമാം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ കൈയ്യിടുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങുക. നമ്മളെ ഫാത്തിഹ തീരുന്നതിന് മുമ്പ് ഇമാമിൻ്റെ ഫാത്തിഹ തീരും. ഇമാമ് വലല്ലാലിയും പറഞ്ഞ് ആമീൻ പറയുമ്പോൾ നമ്മൾ ഓത്ത് നിർത്തുക, ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുക. എന്നിട്ട് നമ്മളെ ഫാത്തിഹ പൂർത്തിയാക്കുക, വേറൊരു ആമീൻ നമ്മളെ വക പറയുക. അങ്ങനെ ഇമാമിൻ്റെ കൂടെ ആവാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. അപ്പോഴാണ് അള്ളാഹുവെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന ഇതാണ് ആ തേട്ടം. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബിയും, മൂസാ നബി ദ്വായിരുന്നു, ഹാറൂൻ നബി ഉത്തരം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന സ്വീകരിച്ചതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പ്രാർത്ഥിക്കലോ ഒരു ആമീൻ പറയലൊക്കെ ഇസ്ലാമിലുള്ളതാണ്. പ്രത്യേകിച്ച് ഫാത്തിഹയുടെ ശേഷമുള്ള ഈ ആമീൻ എല്ലാവരും പറയണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഫാത്തിഹയിൽ പറഞ്ഞ ഈ തത്വങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, വലല്ലാലി എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്ത്യാനികളാണ്. എന്താ ഒരു വഴിവഴിച്ചു പോകാൻ കാരണം? ഖുർആനിൽ പറഞ്ഞെന്താന്ന് ഈ തൗറാത്തിലും ഇഞ്ചിലും പറഞ്ഞെന്താന്ന് ഒരു പഠിച്ചില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ക്ലാസ് നമ്മളെ ഖുർആൻ പഠിപ്പിക്കാവുന്ന ക്ലാസ്സാക്കി. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ തുടർച്ചയാണ് സൂറത്തുൽ ബഖറ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയാണ് അടുത്ത് ആരംഭിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ പഠനത്തിൽ ഉറച്ചു നിന്ന് ഈ കാണുന്ന ആളുകളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം. കാരണം അത് ഖുർആന് വേണ്ടി ചെയ്യുന്നൊരു സേവനമാണ്. എത്രയോ ആളുകൾക്ക് ലോകാവസാനം വരെ നിലനിൽക്കുന്ന കാലത്തോളം വായിക്കാനും കാണാനും ഇതുകൊണ്ട് സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ, പ്രസംഗിക്കാൻ കഴിയുന്നവർ ചെയ്യട്ടെ. നമ്മളെന്ത് ചെയ്യുക, അത് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉള്ള ശ്രമം നടത്തുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന കഴിവുകൾ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ഹിദായത്ത് കിട്ടുന്ന സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.